ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മൊലസ്റ്റേഷൻ വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പൊതുവെ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ഇമേജസ് ഉണ്ട്. ടെററിസം, വിമൻ റെസ്ട്രിക്ഷൻസ്. നമുക്കിപ്പോൾ ആമസോൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഓപ്ഷൻ? ഒരു ശരാശരി ആൾക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? 45 ദിവസം ഓരോ ആളുകൾ നമ്മളെ വീട്ടിൽ ക്ഷണിക്കൂലേ? ഓരോ ആളുകളാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവർ പൈസ ആകൂല. അതിനിപ്പോൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ എങ്ങനെയാണ് ബഡ്ജറ്റ്? അതിൽ എത്രയാണ് ആവറേജ് ആയിട്ട് ഇടുന്നൊരു ബഡ്ജറ്റ്? ഇതിന് എത്ര ഇനി ട്രോള് കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വെൽക്കം ടു എർഷി പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്നുള്ളത് ആരാണ്? മാഹിൻ, ഹിച്ച് നൊമാഡ് എന്നറിയപ്പെടുന്ന മാഹിനാണ്. ഏത് ക്യാമറയിലും നോക്കാം. നമ്മൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത എപ്പിസോഡ് ആയിരുന്നു. നമ്മളൊരു 3-4 വട്ടം പലപ്പോഴും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ വന്നില്ല ഇതിൽ എന്താ സ്ലിപ്പായി പോയതാണ്. ഫൈനലി മാഹി ഇവിടെ പോളണ്ടിലുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു എപ്പിസോഡ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മാഹിൻ, എനിക്ക് ഫസ്റ്റ് ചോദിക്കാൻ എന്താ പറയുക, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തപ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ ഈ 10ാം ക്ലാസ്സിൽ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കും പോകുമ്പോൾ പേരൻസും ഫാമിലി എല്ലാവരും പറയും അറിയാത്ത ആൾക്കാരെ കൂടെ പോരുത്. അറിയാത്ത ആൾക്കാർ വണ്ടി നിർത്തി തന്നാൽ അവിടെ ഇറക്കിത്തരാം ഇവിടെ ഇറക്കിത്തരാം എന്ന് പറയുമ്പോൾ ആ വണ്ടിയിൽ കയറി പോകരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടി പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതേ കാലഘട്ടത്തിൽ അറിയാത്ത ആൾക്കാരുടെ വണ്ടിയിൽ കയറിപ്പോയി ഹിച്ച് ഹൈക്ക് ചെയ്ത് ലോകം കണ്ട ഒരാളാണ് മാഹിന്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ലൈക്ക് മാഹീനും ഇതുപോലെ തന്നെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ഇതുപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അറിയാത്ത ആൾക്കാരുടെ കൂടെ വണ്ടി പോരുത്, അറിയാത്ത ആൾക്കാർ എന്തെങ്കിലും തന്നാൽ മേടിച്ച് കഴിക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതെങ്ങനെയായിരുന്നു? ആ ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാൻ തോന്നിയത്? അല്ല, ഹിച്ചേക്കിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ മലയാള ഭാഷയിൽ സാധാരണയായിട്ട് പറഞ്ഞാൽ ലിഫ്റ്റ് അടിക്കുന്ന പരിപാടി. എനിക്ക് തോന്നുന്നു മലബാറിലാണെന്ന് തോന്നുന്നു ഓസി അടിക്കുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ തെക്കിലൊക്കെ ലിഫ്റ്റ് അടിക്കുക എന്നുള്ള വാക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് യാത്രയിൽ ഫിനാൻഷ്യലി അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് യാത്രയിൽ നമ്മുടെ ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ്. ബട്ട് ഇത് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 6ാം വയസ്സിലാണ്. 1ാം ക്ലാസ് മദ്രസയിൽ എനിക്കൊന്ന് ജോയിൻ ചെയ്തിരുന്നു. 1ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ആ ഒരു സമയത്ത്. ഓക്കെ, 6ാം വയസ്സിലാണെന്ന് തോന്നുന്നു. ഞാൻ പള്ളിയിൽ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ പള്ളിയിൽ രാവിലെ 6 മണിക്ക് പഠിക്കാൻ പോകണമല്ലോ. അപ്പോൾ രാവിലെ ഇരുട്ടാണ്. അപ്പം എൻ്റെ അവിടെ നിന്ന് നടന്ന് പള്ളിയിലോട്ട് പോകാനാണെങ്കിൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ എന്ത് ചെയ്യും, രാവിലെ ആണെങ്കിൽ റോഡിൽ ഇറങ്ങിയിട്ട് രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ക്രഷറുണ്ട്. ക്രഷർ ഈ പാറയൊക്കെ ഓടിച്ചിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് ഈ ട്രക്കുകൾ പോകുമല്ലോ. അപ്പോൾ അതിൽ ഉമ്മ ലിഫ്റ്റ് അടിച്ച് കയറ്റിയോളും. അപ്പം നമ്മുടെ പണ്ട് കാലത്ത് ഈ കൊച്ചു കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ട്രക്ക് എന്ന് പറഞ്ഞാൽ അതും പണ്ടത്തെ ഈ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ്റെ സിനിമകളിലൊക്കെ ഉള്ള ഒരു ട്രക്ക് ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? ചെകുത്താൻ. അപ്പം ഇങ്ങനെയുള്ള ട്രക്കൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോഴല്ലേ മറ്റേ അശോക് ലേലാൻഡ് നല്ല വണ്ടിയും AC ഒക്കെ ഉള്ള വണ്ടിയൊക്കെ ഉള്ളത്. അപ്പം അന്നെന്ന് പറയുമ്പോൾ ഈ ചെകുത്താൻ വണ്ടിയിലൊക്കെ കയറിപ്പോകുന്നത് അത് കാണുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിൽ മറ്റേ പിള്ളേരുടെ വണ്ടി എന്നൊക്കെ ഉള്ള ഒരു ഇതല്ലേ, അതും ഒമിനിയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കരുതിയിരുന്നത്. അപ്പം ഇതിലോട്ട് പണ്ടേ ഉമ്മ കയറ്റി ഇട്ടുള്ള ശീലം കൊണ്ടുള്ള അതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പേടി മാറി. അപ്പം എനിക്കിതൊരു നോർമൽ സംഭവമാണ്. ബട്ട് ഇത് മറ്റുള്ളവർക്ക് നോർമൽ സംഭവം അല്ലാന്ന് ഞാൻ അറിഞ്ഞത് 8ാം ക്ലാസ്സിൽ ഞാൻ നമ്മുടെ നെടുമങ്ങാട് തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് നമ്മളെല്ലാവരും നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് മഞ്ചം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് സ്കൂളിലോട്ട് നമ്മൾ രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ലിഫ്റ്റ് അടിച്ചാണ് എല്ലാവരും സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ടീമും എല്ലാവരും ഇവിടെ നിൽക്കും. ഓട്ടോണ്. ഒരു ബൈക്ക് ലിഫ്റ്റ് അടിച്ച് ആരെങ്കിലും നിർത്തിയാൽ ഒരു 4-5 പേര് അധികം ഓടും ഏതെങ്കിലും പെട്ടെന്ന് കയറാൻ വേണ്ടിയേ. അപ്പോൾ ഈ ട്രക്കൊക്കെ വരുമ്പം ആരും നിർത്തൂല, അല്ല ആരും ലിഫ്റ്റ് അടിക്കൂല. ഞാൻ സുഖമായിട്ട് കൈ കാണിക്കും. ഞാൻ എന്നിട്ട് കയറാൻ വേണ്ടി. അപ്പോൾ ട്രക്കിലല്ലേ, സ്ഥലം ഉണ്ടല്ലോ, ഞാൻ പിള്ളേരെ കിളിയും വാ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പേടിച്ചിരിക്കും. അപ്പം തുടക്കത്തിൽ എനിക്ക് കാരണം അത് ഒരു യൂസ് ടു ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ബട്ട് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇത്രയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഒരു ട്രക്കിൽ കയറാനായിട്ട് അന്നുള്ള ഒരു പേടി. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഉമ്മ തന്നെയാണ്. അന്നത്തെ ഒരു സാഹചര്യം മൂലം പള്ളിയിലോട്ട് രാവിലെ പോകാനായിട്ട് തുടങ്ങിയ ഒരു സംഭവം പിന്നീട് അത് ലൈഫിലോട്ട് ഇപ്പോൾ ഹിച്ച് ഹൈക്കിങ്ങിലോട്ട് മാറി. ഇപ്പോൾ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഒരു പേരിലോട്ട് തന്നെ എത്തിയിരിക്കുന്നു. അതിങ്ങനെ ചാനലാക്കി മോണിറ്റൈസ് ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാൻ ഇത് പോയിന്റ് ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പണ്ട് മുതലേ പാഷനേറ്റഡ് ആണ് ട്രാവലിന്. അപ്പോൾ പണ്ട് എൻ്റെ നോർമൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ മാഹിൻ എന്നൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ എൻ്റെ ട്രാവലുമായിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അന്നൊന്നും എനിക്ക് യൂട്യൂബൊന്നുമില്ല. യൂട്യൂബ് എനിക്കൊന്ന് എൻ്റെ ട്രാവൽ ലൈഫിൽ പകുതിയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഏകദേശം 8 വർഷം കഴിഞ്ഞു. അതിൻ്റെ പകുതിയിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പോലും. ഏകദേശം 4 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഹിച്ച് ഹൈക്കിംഗ് ആണ്. അതായത് ഹിച്ച് ഹൈക്കിംഗ് അല്ല, ട്രാവലാണ് ഇഷ്ടം. ബട്ട് ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്താണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു നാടോടിയായിട്ട് ജീവിക്കാനാണ് താല്പര്യം. നാടോടി എന്ന് പറയുമ്പോൾ നൊമാഡ്, സിംപിളി അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് നൊമാഡ്.
അപ്പോൾ ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഹിച്ച് ഹൈക്ക് ചെയ്ത് യാത്ര. അപ്പം ഹിച്ച് ഹൈക്കിംഗ് നോമാഡ്, ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്ന ഒരു നാടോടി. അതാണ് ഒരു ബേസിക്കലി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാനൊരു ടൈം ഇട്ടത്. അപ്പോൾ ബേസിക്കലി ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കരിയറിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഒരു കരിയറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ എന്നുള്ള ഒരു ലേബലിൽ എത്തുമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയല്ല. കാരണം അന്ന് ഈ ഒരു സംഭവം യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, എന്തായിരുന്നു തുടങ്ങിയ ടൈം ഏകദേശം 2017 2019 തൊട്ട് ഫുൾ ടൈം ട്രാവലിംഗ്, പിന്നെ ഏകദേശം 2020 കഴിഞ്ഞ് 21 ആയപ്പോൾ പിന്നെ യൂട്യൂബിലോട്ടും. അപ്പോൾ പാഷൻ ഫോളോ ചെയ്തപ്പോൾ സൈഡിൽ കൂടെ അതൊരു കരിയർ ആയിട്ട് മാറി. ഇന്നലെ എനിക്കൊന്നും ഒരു മലയാളിയുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ പാഷൻ ട്രാവലിംഗ് ആണ്, ആ പാഷൻ തന്ന ഗിഫ്റ്റാണ് ഈ ഫെയിം, ഈ പോപ്പുലാരിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യൂട്യൂബൊക്കെ തുറന്നതിന് മുന്നേ മാഹിൻ ഈ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ പോയിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഫൈം അവിടെ ഉണ്ടല്ലോ, ഫൈമിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അന്ന് എനിക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു, മനസ്സിലായി. ഇപ്പൊ ഫൈമിന് പരിചയം ഉള്ളതിന് മുന്നേ തന്നെ കുറെ നാൾക്ക് മുന്നേ വേറെ പല ആളുകൾക്കും അറിയാം. അപ്പൊ അവരൊക്കെ ഇപ്പൊ യൂട്യൂബാണ് അറിയാം. അപ്പൊ അവര് വിചാരിക്കാറില്ല മാഹിൻ ഇന്ന് യൂട്യൂബർ ആയിട്ട് നിൽക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ട്രാവൽ ചെയ്ത കൺട്രി അത് ഇന്ത്യയിൽ തന്നെ നേപ്പാൾ. ഇന്ത്യയാണ് ഏകദേശം ആദ്യം ട്രാവൽ ചെയ്തത്. പിന്നെ നേപ്പാൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട, ഇന്ത്യക്കാർക്ക് അവിടെ പോയി ജോലി ചെയ്യുന്നതിന് വേറെ പെർമിറ്റ് ഒന്നും വേണ്ട. അപ്പം നേപ്പാൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ പാർട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ യാത്രൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, അങ്ങനെ പെട്ടെന്ന് ഞാൻ യാത്ര എന്ന് പറഞ്ഞ ഒറ്റ ഒരു തുടക്കമായിട്ടല്ല, പണ്ട് മുതലേ യാത്രയായിട്ട് പാഷനേറ്റഡാണ്. പിന്നെ 2016 ആദ്യമായിട്ട് ഗുജറാത്തിൽ പോയി അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നീട് വന്നു 2017 കഴിഞ്ഞിട്ട് വീണ്ടും പോയി. പിന്നെ ഞാൻ അവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ അഡ്മിഷൻ എടുത്തത് മുതൽ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് ചെറിയ ചെറിയ ട്രിപ്പുകളായിട്ട് പോകും. ഏകദേശം 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിലും ഞാൻ ഏകദേശം 200 ദിവസം യാത്രകളാണ്. 200 ദിവസം ആദ്യത്തെ ഈ 2018 അങ്ങനെയാണ് യാത്രകൾ. പിന്നീട് അപ്പം തന്നെ എനിക്ക് ചെറിയ ചെറിയ തുണിയുടെ പരമായിട്ടുള്ള, ഇപ്പം നമ്മുടെ ബീഹാറിലൊക്കെ ചെറിയ ഗ്രാമങ്ങളിൽ 50 രൂപയ്ക്കൊക്കെ നമുക്ക് ഷർട്ടും പാൻറ്റായി കിട്ടും. അതൊക്കെ അവർ കഴുകി ഇതാക്കി തരും. അപ്പോൾ ഇതൊക്കെ പോകാനായിട്ടുള്ള ഞാൻ ഈ ലോഡ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങ് ട്രെയിനൊക്കെ ലോക്കൽ ട്രെയിനുകളിലൊക്കെ കയറി പോയി യാത്ര ചെയ്യും. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം, അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ഭയങ്കര പെട്ടെന്നൊരു വിയേർഡായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിന് വേണ്ടിയുള്ള അന്നത്തെ ഓട്ടത്തിന് വേണ്ടിയുള്ള ഒരു ബിസിനസ്, അതിന് പരമായിട്ട് തന്നെ ഞാനിങ്ങനെ യാത്രകൾ പോകും. വീട്ടുകാർക്ക് ഓൾറെഡി അറിയാം. അല്ല, അപ്പോൾ ഗുജറാത്തിൽ പഠിക്കാൻ വേണ്ടി പഠിച്ചിരുന്നു അവിടെ? ഗുജറാത്തിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാജുവേറ്റ് ആണ്? ഗ്രാജുവേറ്റ് അല്ല, അല്ലല്ല, പഠിച്ചിരുന്നു. ഗ്രാജുവേറ്റ് അല്ല, +2 ഗുസ്തിയും അത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. ഇപ്പം ഞാൻ ഗുജറാത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഡൽഹി IITTM അവിടെയും അഡ്മിഷൻ കിട്ടി. അവിടെയും 2 വർഷം പഠിച്ചു. ബട്ട് അതെല്ലാം ഓൺലൈൻ ആയിരുന്നു, കോവിഡ് വന്നല്ലോ. പിന്നീട് 3-ാം വർഷം ഓഫ്ലൈൻ. ഗുജറാത്ത് പോകുന്ന ട്രാവലുകളിൽ ഇങ്ങനെ വേറെ ഏരിയ കൂടെ പോയിട്ടും അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇതിപ്പം ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ എന്തായാലും അവതരിപ്പിക്കണമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് എനിക്ക് എന്റേതായിട്ടുള്ള സാധനം എടുക്കാൻ പോകണ്ടേ, എനിക്ക് എന്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആവശ്യങ്ങളില്ല. അപ്പോൾ പിന്നെ വീട്ടുകാർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വേറെ ഭയമൊന്നും തോന്നിയിട്ടില്ല ഇതുപോലെ ഒരു ഹിച്ച് ഹൈക്കിങ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 6-ാം വയസ്സിൽ ചെകുത്താൻ ലോറിയിൽ കയറിയ ഒരാൾക്ക് വേറൊരു രാജ്യത്ത് പോയിട്ട് നല്ല AC-യും നല്ല അടിപൊളി എന്താ പറയുക ഒരു ലക്ഷറി ബസ് പോലെ തോന്നിയിരിക്കുന്ന ഒരു ട്രക്കിലൊക്കെ ലിഫ്റ്റ് അടിച്ച് കയറാൻ വലിയ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോഴും ആ ഒരു പേടി ഇല്ലാതാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ മനുഷ്യരിനും ഒരു പോസിറ്റീവ് എനർജിയും ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും വേറെ ഒരു സംഭവത്തിലോട്ടൊക്കെ പോകുന്ന അവരുടെ സാഹചര്യങ്ങളാണ്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ പുള്ളിക്കാരൻ ഒരു മോശം ആളാണെങ്കിലും അല്ലെങ്കിൽ മോശം ഇൻറ്റൻഷനുള്ള ആളാണെങ്കിലും നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹം നമ്മളെ അടുത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു പേടിയില്ല. അല്ല, ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാലും പ്രാക്ടിക്കലി അങ്ങനെ തന്നെ ആയിരുന്നു? അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ടോ യാത്രക്കിടയിൽ? തീർച്ചയായിട്ടും. കാരണം എനിക്കിപ്പം മൊലസ്റ്റേഷൻ, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മൊലസ്റ്റേഷൻ വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മളിങ്ങനെ നമ്മുടെ യാത്രയെക്കുറിച്ച് പറയും, ഞാനിവിടെ നിന്ന് ഇത്രയും സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുവാണ്. അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു ബാഡ് ഇൻറ്റൻഷനോട്ട് വരുവാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറയും, ലോകത്തെല്ലായിടത്തും നല്ല മനുഷ്യരാണല്ലോ, ഇത്രയും നല്ല മനുഷ്യർ എന്നെ ഇവിടെ പോകുമ്പോൾ ഇവിടെ സഹായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിച്ചു, അവിടെ ലിഫ്റ്റ് വന്നു, എന്ത് നല്ല ആൾക്കാർ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം മനസ്സിലായില്ലേ, ഒരു നെഗറ്റീവ് പ്രവൃത്തി ചിന്തിക്കുന്നവൻ അവരുടെ മാനസികമായിട്ട് അതൊരു സൈക്കോളജി. അപ്പോൾ അത് ആ ട്രിക്ക് പഠിച്ചു. ഇപ്പം ഞാൻ വിസ എടുക്കാൻ പോകുമ്പോഴും ചിലയിടത്തൊക്കെ പല രീതിയിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചാൽ, ഇപ്പം എമിഗ്രേഷൻ കൗണ്ടറിൽ പോലും അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജിക്കൽ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം നേടുന്നത്. അവർക്ക് ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഒരു ബാഡ് ആളാവണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. കറക്റ്റാണ്.
ഇപ്പോൾ സ്ത്രീകളായാൽ പോലും ഞാൻ എൻ്റെ പെൺ സുഹൃത്തുക്കളോട് പറയുന്നതും അങ്ങനെയാണ്. നമ്മളൊരു വണ്ടിയിലൊക്കെ ലിഫ്റ്റ് അടിച്ച് കയറുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ പോകാതെ നമ്മൾ പോയിക്കുക. നിങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, അനിയത്തിയോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അനിയത്തി ഒരു പ്രായമാണ്, മനസ്സിലായില്ലേ, ഒരു പുരുഷൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ റിലേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥാനത്ത് പെട്ടെന്ന് ഒരു റെസ്പെക്റ്റ് വരും, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് എല്ലാം ശ്രദ്ധിക്കുക, മാഹിൻ്റെ അടുത്തുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യാൻ എല്ലാവരും ഈ ട്രിക്ക് ഉപയോഗിക്കുക, സൈക്കോളജിക്കൽ ട്രിക്ക്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകണം, അത് നേപ്പാളിൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകണം എന്നുള്ള അത് ഏതൊരു പോയിന്റിലായിരുന്നു നടന്നത്? സത്യത്തിൽ എനിക്ക് ഈ ഒരു 17-ാം വയസ്സ്, 18-ാം വയസ്സ്, 19-ാം വയസ്സ്, 20, 21, 22 ഈ വയസ്സിലൊന്നും യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ലായിരുന്നു. യാത്ര ചെയ്യാം, ബട്ട് ലൈഫ് ലോങ് ആയിട്ട് നൊമാഡിക് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അതിൻ്റെ എല്ലാം പ്രധാന ഒരു വില്ലൻ കോവിഡാണ്. കാരണം എനിക്കൊരു ഗ്രാജുവേഷനൊക്കെ പഠിച്ച് ഒന്ന് സെറ്റായിട്ട് ഒരു 23-ാം വയസ്സിൽ ഞാൻ കുറച്ച് ബിസിനസ് പാഷനേറ്റഡാണ് അന്ന്. പിന്നെ ഇതിനിടയിൽ ആ ബിസിനസ് പാഷനൊക്കെ ചോർന്നൊലിഞ്ഞു പോയി, പിന്നെ വീണ്ടും വന്നു ഇപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഒരു 23-ാം വയസ്സിൽ ഞാനൊരു നൊമാഡിക് ലൈഫ് സ്റ്റൈൽ, അപ്പോൾ ഇനി പാസീവ് ഇൻകം ഒക്കെ സെറ്റായല്ലോ, അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് ഈ ഗുജറാത്തിൽ പോയപ്പോൾ യാത്രകൾ പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 1.5 വർഷം പോലും കോളേജിൽ പോയില്ല. അപ്പോൾ ഞാൻ ഇത് നിർത്തി, കോളേജ് നിർത്തിയപ്പോൾ പിന്നീട് എനിക്ക് എൻട്രൻസ് എക്സാമിനും അഡ്മിഷനൊക്കെ വേണ്ടി കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിലൊക്കെ പിന്നെ ഞാൻ ഫുൾ ടൈം യാത്രകളായിരുന്നു. അപ്പോൾ യാത്രകൾ പോയി, പിന്നെ ഞാൻ എൻട്രൻസ് എഴുതി, അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ വന്നപ്പോൾ പിന്നെ അതും ഓൺലൈനിലായിപ്പോയി. പിന്നെ അപ്പോഴൊക്കെ ഞാൻ ഫുൾ ടൈം ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ആ കോഴ്സ് 2-ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ അവർ ഓഫ്ലൈനിൽ വിളിച്ചു. അപ്പോൾ ഓഫ്ലൈനിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ യാത്രകൾ ചെയ്തത്. ബട്ട് ഒരു അറ്റ് ദ എൻഡ് വന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നിയില്ല, മൂഡ് പോയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് കരിയറിലോട്ട് വന്നു. അപ്പോൾ അതിൽ നിന്നൊരു പാസീവ് ഇൻകം വെച്ചിട്ടായിരുന്നു ബാക്കി എൻ്റെ ലൈഫും ബാക്കി ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് പഠിക്കാൻ പോയ ആ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ആയി പോകും. അപ്പം നമ്മുടെ കാര്യങ്ങൾ നടക്കൂല എന്നായി. പിന്നെ ഇതിലോട്ട് അങ്ങനെ സ്റ്റിക്ക് ഓൺ ആയി പോയി. അതെ. ഓക്കെ, അപ്പോൾ മാഹിനിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മാഹിന് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യണത്. ഇപ്പോൾ ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ പോയപ്പോൾ താലിബാൻകാരെ കൂടെ വരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോക്കുകളുടെ ഇടയിൽ. അവരുടെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പൊതുവെ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ഇമേജസ് ഉണ്ട്, ടെററിസം, വിമൻ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പോകാനുള്ള ഒരു പേടി ഉണ്ടാക്കും. ഈ നറേറ്റീവിനോട് എത്രത്തോളം റിയാലിറ്റി ചേർന്ന് സത്യസന്ധമായി പറയണം, ട്രോള് കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു യാത്രയെ വ്യത്യസ്ത രീതിയായിട്ടുള്ള യാത്രകളാവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു നിയോഗം പോലെ ഒരു തിരഞ്ഞെടുത്ത രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അത് ഓട്ടോമാറ്റിക്കായിരുന്നു. കാരണം എൻ്റെ യാത്രകൾ എന്ന് പറയുമ്പം തുടക്കത്തിൽ സ്ഥലങ്ങൾ കാണാനായിരുന്നു, പിന്നീട് അത് മനുഷ്യരെ കാണാനായി, അവരുടെ എക്സ്പീരിയൻസുകൾ അറിയാനായി. പിന്നീട് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് വന്നപ്പോഴാണ് എൻ്റെ യാത്രയുടെ പൂർണ്ണ ഒരു രൂപം മാറിയത്. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് നാട്ടിലെ സ്റ്റീരിയോ ടൈപ്പുകൾ പൊളിക്കാനാണ്. ഓരോ രാജ്യത്തെ ഓരോ നാടുകളിലെ സ്റ്റീരിയോ ടൈപ്പുകൾ പൊളിക്കുക, അവിടുത്തെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ വരാൻ കാരണം അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. കാരണം ഞാനെന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറില്ലേ, പണ്ട് രാവിലെ 6 മണിക്കാണ് ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് വീട്ടിലിരുന്നത്. അപ്പം ന്യൂസ് പേപ്പർ എറിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഡോറിലെ. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് കൊച്ചിലെ 6-ാം വയസ്സുകാരന് ന്യൂസ് പേപ്പർ വായിക്കുന്നതെന്ന് പറയുന്ന ഒരു ബോറൻ പരിപാടിയാണ്, മനസ്സിലായില്ലേ. ബട്ട് എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഇത്തായും കൂടെ അടിയാണ്, ആദ്യം ആര് ഫസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചു തരും. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എസ്പെഷ്യലി കാരണം അന്ന് മുതലേ കൊച്ചിലെ ഈ ട്രാവൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ നോക്കുന്ന ഒരു പ്രധാന കോളമാണ് വിദേശ വാർത്തകൾ, അതിൻ്റെ എന്തെങ്കിലും ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ രസമാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ മലയാളം വായിക്കാൻ പഠിച്ചത് പോലും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ലോകത്തെ അറിയുന്നതും ലോകത്തെ യുദ്ധങ്ങളും ലോകത്തെ പല കാര്യങ്ങളും അറിയുന്നതും മലയാള മനോരമ ന്യൂസ് പേപ്പർ, അതാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതിലൂടെ മലയാള മനോരമയിലൂടെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ തുടക്കം മുതലേ ലൈഫിലുള്ള ലോക നോളേജ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പിന്നീട് പല വാർത്താമാധ്യമങ്ങൾ വഴിയും പല പുസ്തകങ്ങൾ വഴിയും പല മീഡിയകൾ വഴിയും മറ്റു ഐഡിയകൾ കിട്ടി. ഇന്ന് ഏകദേശം 25 വയസ്സായി. അപ്പോൾ യാത്രകൾ തുടങ്ങി 2017, 18, 19, 20 വയസ്സിലാണെന്ന് തോന്നുന്നത്. 20 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്നത്. അപ്പം നമുക്കുണ്ടായിരുന്ന ഐഡിയകളെല്ലാം വെച്ച് ആ രാജ്യത്തോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായതെല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്ര പോയി ആ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ പിന്നീട് വീണ്ടും ഇതുപോലുള്ള യാത്രകൾ റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്നെ എന്താ പറയുക പ്രേരിപ്പിക്കുന്നത്. കാരണം നമ്മൾ റിസ്ക് എടുക്കുമ്പം മാത്രമേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടൂ. പിന്നെ ഈ താലിബാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത്
എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം തന്നെയാണ് കേരളത്തിലുള്ള പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളതും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ നിന്ന് ചെറുതായിട്ട് മാറി. അത് യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ എൻ്റെയും എക്സ്പീരിയൻസ് താലിബാൻ ചിലപ്പം ആദ്യം വന്നാൽ തന്നെ പുറത്തുള്ള ആരാണെങ്കിലും വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യും എന്നൊക്കെയായിരുന്നു. ചിലപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലും. കാരണം നമ്മൾ പണ്ടത്തെ ഒരു തീവ്രവാദികളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് കിട്ടുന്നത് വാർത്തകളിലൂടെ. അതിൽ അങ്ങനെ ആണ് അത്. പക്ഷെ ഫുള്ളായിട്ട് പറയാൻ പറ്റും. മാഹിം പറഞ്ഞ പോലെ തന്നെ അവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും. പിന്നെ എല്ലാ രാജ്യത്തും എല്ലാ ടൈപ്പും ആൾക്കാരും താലിബാൻ എന്ന് പറയുന്നത് അവര് തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ. ബട്ട് അവര് സ്വാതന്ത്ര്യ സേനാനി പോലെ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ പോലെ തന്നെ അവരുടെ നാടിന് വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ്. പിന്നീട് അത് അവരുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടി മതം ആഡ് ചെയ്തു. പിന്നെ അതിൽ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് അവരിങ്ങനെ ആക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരെയും പോലെ എനിക്ക് ഉണ്ടായിരുന്നു അവരെന്നെ ചിലപ്പോൾ മുസ്ലിം അല്ല എന്നൊക്കെ അറിഞ്ഞാൽ കൊല്ലും. അപ്പം ഞാൻ ഇത് മുതലെടുത്ത് ഞാൻ എൻ്റെ എന്താ പറയുക ബാഗിൻ്റെ അകത്ത് ഒരു ഖുർആനൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു തജിക്കിസ്ഥാനിൽ നിന്ന്. എനിക്ക് ലോങ് മുടി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ പറയില്ലേ, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല എല്ലായിടത്തും പറയും, ബട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റികൾ കൂടുതലായിട്ട് പറയുന്ന ഒരു ഇതാണ്, കൂടുതൽ മുടിയുണ്ടെങ്കിൽ ഇനി ആണുങ്ങൾ മുടി വളർത്തിക്കൂടാന്നൊക്കെ. മനസ്സിലല്ലേ? അത് മതപരമായിട്ടൊന്നും ഉള്ള സംഭവമേ അല്ല, അത് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാനെന്താ എൻ്റെ ഒരു മൈൻഡിൽ ഇവർ മുസ്ലിം അല്ലേ, ഓർത്തഡോക്സ് മുസ്ലിം അല്ലേ, അപ്പം ഞാൻ ആണായിട്ട് മുടി കണ്ടാൽ ഇവർക്ക് അത് ഇതാവില്ലേ, താലിബാനല്ലേ. അതുകൊണ്ട് എൻ്റെ ലോങ് മുടി അത്രയും നീളമുണ്ടായിരുന്ന മുടി ഞാൻ തജിക്കിസ്ഥാനിൽ നിന്ന് വെട്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ പോകണം. അപ്പോൾ അത്രയും പ്രിപ്പറേഷൻ എടുത്തു. മനസ്സിലായില്ലേ? പിന്നെ മുസല്ല ഏറ്റവും ടോപ്പ്, ബാഗിൻ്റെ ടോപ്പിൽ തുറക്കേ വേണ്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ മറ്റേ വള്ളി ഉണ്ടല്ലോ, അതിൽ മുസല്ലയും കെട്ടി വെച്ചിട്ടാണ് ഞാൻ തജിക്കിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്നത്. ബട്ട് അഫ്ഗാനിസ്ഥാനിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് മുസല്ലയും വേണ്ട, ഖുർആനും വേണ്ട, എൻ്റെ പേര് ഇനി ക്രിസ്ത്യാനിയുടെ പേരായോ ഹിന്ദുവിൻ്റെ പേരായാലോ ഒരു പ്രശ്നമല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുമ്പ് വേറെ ആയിരിക്കാം, കാരണം ഇപ്പോൾ അവർ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആവാൻ പരിശ്രമിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിലായിരിക്കാം. ബട്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു മറ്റൊരു മതസ്ഥാനം അവിടെ പോയാലും ഒരിക്കലും പ്രശ്നമില്ലാന്ന് ഞാൻ ആ രാജ്യത്ത് അന്ന് പോയപ്പോൾ മനസ്സിലായി. ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് തന്നെ കാണാം, പല ആളുകളും ഇപ്പോൾ യാത്ര ചെയ്ത് പോവുകയാണ്. പല മതസ്ഥരും പല രീതിയിലുള്ള ആളുകൾ അവിടെ യാത്ര ചെയ്ത് പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അല്ല, അവരുടെ സ്വീകരണം എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാനിപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അൺഫുൾട്ടേർഡ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് മാത്രം പറയാം. ഞാൻ പല ആളുകൾ ചോദിക്കുമ്പോഴും എൻ്റെ ഫേവറേറ്റ് രാജ്യം ചോദിക്കുമ്പോൾ ഇറാൻ എന്നാണ് പറയുന്നത്. ഇറാൻ തന്നെയാണ്. ബട്ട് സത്യത്തിൽ ഇറാൻ്റെ ടോപ്പിലിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. ബട്ട് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് പല രീതിയിൽ ചിന്തിക്കും എന്നുള്ള ഒരു കാരണം നറേറ്റീവിൽ കണ്ടു തുടങ്ങും എന്നുള്ളൊരു വിഷമം കൊണ്ട് മാത്രം ഞാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് എൻ്റെ ടോപ്പ് നമ്പർ എങ്കിലും ഞാൻ അതങ്ങനെ പറയാറില്ല. എപ്പോഴും ഇറാനാണ് പറയുന്നത്. നിങ്ങൾ എന്നെ ചിലപ്പം വീഡിയോയിൽ കണ്ടാണ് സ്വാഭാവികമായിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു കോമൺ ആയിട്ട് അത് എല്ലാ മതത്തിലും ഇപ്പം പല രീതിയിൽ, ഇപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അത് ഉണ്ടായേക്കാം. അവർ അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലെ രാജ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കാം. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളുകൾ ഞാൻ കണ്ടത് ഇൻ ടേംസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. എക്സാക്ട്ലി. അതിന്റെ ഒരു അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ അറിയാൻ കുറച്ചുകൂടി ആഗ്രഹമുണ്ട്. ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തോന്നിയ മൈൻഡ് ബ്ലോയിങ് പെട്ടെന്ന് വന്നപ്പം ഞാനൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്, ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്ന് ഇന്ത്യയിൽ നിന്ന് പോയ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റിസണാണ് ഞാൻ. അന്ന് വേറെ ട്രാവലേഴ്സോ വേറെ ടൂറിസ്റ്റോ ഒന്നുമില്ല. അതിന് മുന്നേ തന്നെ ഈ അമേരിക്കൻ ഗവൺമെൻറ് കമ്പൈൻഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റും ആർമിയൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ടൂറിസ്റ്റുകൾ പോകുന്നത് വളരെ കുറവാണ്. പോകുന്നത് തന്നെ കാബൂളിലാണ് പോകുന്നത്. അതിന് പുറത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. കാബൂളിൽ തന്നെ പോകാൻ സ്പെഷ്യൽ പെർമിറ്റ് കുറേ കാര്യങ്ങൾ വേണം, വിസയ്ക്ക് അപ്പുറമായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പം അവിടുത്തെ ആളുകൾക്ക് പുറമേ ആളുകളെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ പല ആളുകൾക്കും അവിടുത്തെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഭാഷ അറിയില്ല. ഇപ്പോൾ നമ്മൾ പലരും വിചാരിക്കും അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ ഉറുദു സംസാരിക്കുക, ഹിന്ദി സംസാരിക്കുക, അങ്ങനെയാണ്. ഹിന്ദിയും ഉറുദുവൊക്കെ അവരുടെ ഭാഷയല്ല. പാകിസ്ഥാൻ്റെ ഭാഷയാണ് ഉറുദു, ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഷയാണ്. അത് രണ്ടും സിമിലർ ആയിട്ടുള്ള ഭാഷയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഭൂരിഭാഗം ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പഷ്തൂണാണ്. പിന്നെ ഹിന്ദി അല്ലെങ്കിൽ ഉറുദു സംസാരിക്കുന്ന വളരെ കുറച്ച് ഭാഗമാണ്. എനിക്ക് തോന്നുന്നു 10% അല്ലെങ്കിൽ 5% അകത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഞാനൊരു പുറത്തുള്ള ആളുകളാണ്. അപ്പം ഇദ്ദേഹം ഭക്ഷണം കഴിച്ച് കൗണ്ടറിൽ പോയിട്ട് അദ്ദേഹം പൈസ കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു, ഹേ
പൈസ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലേ? പുള്ളി പറയുന്നത് അതാണ്, ബട്ട് പുള്ളി അതിലൂടെ ഒരു ഭാഷയിലൂടെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ ഇദ്ദേഹത്തിന് വേറെ പണിയുണ്ടാ, മനസ്സിലായില്ലേ? അങ്ങ് പൈസ കൊടുത്തിട്ട് പോവാ. അപ്പൊ കാണുന്ന ആളുകളെല്ലാം പിന്നെ വേറൊരു ഇത് ചെയ്യുന്ന സംസാരിച്ചിട്ട് പോലും ഇല്ല, പൈസ കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് അതെനിക്ക് മനസ്സിലായി. പുള്ളി പൈസ കൊടുക്കാനാണ് ഇങ്ങനെ പറയാ, പൈസ മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ കാണുന്ന ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതാണ് ലിറ്ററലി മീനിങ്. അവർ പറയുന്ന ഒരു കാര്യം ഇവിടെ നെഞ്ചോട് ചേർത്ത് കൈവച്ചിട്ട് അവർ എന്തോ ഒരു കാര്യം പറയും, മറന്നുപോയി. അപ്പോൾ അതിനർത്ഥം ലിറ്ററലി മീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ചോദിക്കുന്നു മറ്റൊരു വ്യക്തിയുടെ അടുത്ത്. അപ്പം അതെന്ത് സ്വീറ്റായിട്ടുള്ളൊരു വേർഡാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഒരാൾ ഒരു വിദേശി വരുവാണ്, നമ്മൾ പറയാണ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരാൾ അത് സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടത് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ വെല്ലാൻ മറ്റൊരു രാജ്യം ഇല്ല ഇൻ ടൈംസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതെ, മൊത്തത്തിൽ അന്തരീക്ഷം എങ്ങനെയായിരുന്നു അവരെ തോക്കും കാര്യങ്ങളൊക്കെ കണ്ടു? അന്തരീക്ഷം, താലിബാൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടന പെട്ടെന്ന് ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയി മാറി. അപ്പോൾ താലിബാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കമാൻഡോസ് ഉണ്ടല്ലോ, കമാൻഡോസിനെ അവർ പ്രോബബ്ലി അവരുടെ ആർമി ആക്കും. അപ്പോൾ പൊതുവെ താലിബാനെല്ലാം വന്ന് നിൽക്കുന്നു, ബട്ട് അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള യൂണിഫോം ഒന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരുടെ കയ്യിലും തോക്കണ്ടെന്ന് വിചാരിക്കും. എല്ലാവരുടെ കയ്യിലും അല്ല, നാട്ടിലെ എന്താ പറയുക, അവിടുത്തെ പട്ടാളക്കാരുടെ കയ്യിലാണ് തോക്കുള്ളത്, ഇപ്പോഴത്തെ പട്ടാളക്കാർ അല്ലെങ്കിൽ താലിബാൻ മുജാഹിദ് എന്ന് അവർ പ്രൗഡായിട്ട് അവരെ പറയും. ബട്ട് അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള പോലീസ് വേഷങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നും എല്ലായിടത്തും തോക്കുണ്ടെന്ന്. പിന്നെ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും ഇല്ലാത്തൊരു രാജ്യമല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ആൾക്ക് തോക്ക് വയ്ക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കുറച്ച് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തോക്ക് വയ്ക്കാം. അല്ലെങ്കിൽ എത്യോപ്യയുടെ ഉത്തരഭാഗത്തൊക്കെ പോയാൽ എല്ലാവരുടെ കയ്യിലും തോക്ക് കാണും, അവർക്ക് ഒരു ചെറിയൊരു ലൈസൻസ് മതി. അപ്പം ഇവിടെ ലൈസൻസ് ഇല്ലാതെ തന്നെ ചില രീതിയിലൊക്കെ എന്താ പറയുക, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അത് ഇന്ത്യയിൽ വളരെ കുറവാണ്. അത് പറ്റില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനത്തെ കുറേ ലൂപ്പ് ഹോളൊക്കെ ഉണ്ട്. നിയമപരമായിട്ട് അത്രയും സ്റ്റെബിലിറ്റി ഇല്ലാത്ത രാജ്യമുണ്ട്. ചില ആളുകൾ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ കോമണേഴ്സിനും ഇതുപോലെ തന്നെ ഈ നിയമപാലകർ അല്ലെങ്കിൽ ഈ പോലീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരിൽ അവർക്കൊക്കെ ലൈക്ക് ഡ്രസ്സിങ് എല്ലാം സെയിം തന്നെ, ഒരു കോമൺ മാൻ്റെ ഡ്രസ്സിങ് തന്നെ എല്ലാവരും. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ സൗദിയിൽ എമിഗ്രേഷനിൽ പോയാലോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിഗ്രേഷനിൽ പോയാലോ, അല്ലെങ്കിൽ പോട്ടെ ഖത്തറിൻ്റെ എമിഗ്രേഷനിൽ പോയാലും പോലീസ് ആൾക്കാർ എല്ലാവരും അല്ല, എന്നാലും ചില ആളുകൾ മറ്റ് വേഷങ്ങൾ ധരിക്കുന്നവരുണ്ട്. എന്നാലും കൂടുതൽ ആളുകളും ചില എമിഗ്രേഷൻ ഓഫീസർ വരെ അവരുടെ തോബ, ഈ അറബ് വസ്ത്രം ധരിക്കില്ലേ, അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ അവരുടെ വസ്ത്രം. അവർ വളരെ എന്താ പറയുക, ഒരു പ്രൗഡായിട്ട് അല്ലെങ്കിൽ അവരുടെ നിത്യോപകമായിട്ട് അവർ അത് തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ താലിബാൻ ആയാലും അവിടുത്തെ ഗവൺമെൻറ് ഓഫീസർ ആയാലും എല്ലാവരും ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അവരെ ഒരു കോമൺ മാനായിട്ട് ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഓക്കെ മൈൻ അതുപോലെ തന്നെ പറഞ്ഞു ഇറാനായിരുന്നു സെക്കൻഡ് ബെസ്റ്റ്. അത് അതിന് ജസ്റ്റിഫൈ ഉള്ള കാരണം എന്താ? ഇറാനിയൻസും വൺ ഓഫ് ദ ബെസ്റ്റ് പീപ്പിളാണ്. കാരണം ഞാനവിടെ 45 ദിവസം ഉണ്ടായിരുന്നു. 3 മാസത്തെ വിസയ്ക്കാണ് ശ്രമിച്ചത്, ബട്ട് 45 ദിവസമേ കിട്ടിയുള്ളൂ. 45 ദിവസം ഓരോ ആളുകൾ നമ്മളെ വീട്ടിൽ ക്ഷണിക്കൂലേ, ഓരോ ആളുകളാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവർ പൈസ വാങ്ങൂല, ഓരോ ആളുകൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോവാണ്. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഇന്ത്യക്കാരും അതിൽ കുറവൊന്നുമല്ല, ബട്ട് എന്നാലും അവരുടെ ഒരു രീതി ഭയങ്കര എക്സ്ട്രീമാണ്. അവർ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പോൾ മാഹിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മാഹിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാഹിൻ ഒരു യൂട്യൂബ് സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ട്രാവലർ ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ കൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. അതൊരു കോമൺ, ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത്. തീർച്ചയായിട്ടും ഇറാനിയൻസും അഫ്ഗാനിസ്ഥാനും ഇപ്പം ഞാൻ പോയ രാജ്യങ്ങളിലെല്ലാം ഞാനൊരു പൊതുവെ ഒരാളെ കാണുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറയില്ല യൂട്യൂബർ ആണെന്ന്. ചില സ്ഥലത്ത് പറയും, നമ്മൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ഹിച്ച് ചെയ്യുമ്പോൾ പറയും. കാരണം യൂട്യൂബർ എന്ന് പറയുന്ന വേർഡ് തന്നെ ഇപ്പം വേൾഡിലെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസർ എന്നായിരിക്കും ചില രാജ്യങ്ങളിൽ പറയുന്നത്. ചില രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ യൂട്യൂബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേർഡ് കാരണം ചില ആളുകൾക്ക് ട്രസ്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഈ വേർഡ് മതി, മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഇത് രീതിയിൽ ഉപയോഗിക്കും. അല്ലെങ്കിൽ പലപ്പോഴൊന്നുമല്ല 90% ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ, ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ പറയാറില്ല യൂട്യൂബർ ആണ് ഇതാണെന്ന്. അതിൽ തന്നെ ഈ യൂട്യൂബ് പരിപാടി തുടങ്ങിയെന്ന് പറയുമ്പോൾ ഓക്കെ കുറേ വർഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഈ ലാസ്റ്റ് ഒരു 2 years ആയിട്ടാണ് ഞാൻ എൻ്റെ യാത്രയിൽ മനസ്സിലാക്കിയത് ഇത്രയും ഇൻഫ്ലുവൻസ് ആളുകൾക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പലയിടത്തും ഇപ്പോഴും ഈ വില്ലേജ് ഗ്രാമമേഖലയിലൊക്കെ പോകുമ്പോൾ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് കാണുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇവരെല്ലാം എന്നെ പരിഗണിച്ചത് ഒരു യാത്രക്കാരൻ
ഇന്ത്യക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു വിദേശിയായിട്ട് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൻ്റെ പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് അവരെന്നെ കണ്ടത്. അഫ്ഗാനിസ്ഥാനിലൊക്കെ തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഈ ഇസ്രായേൽ അതുപോലെ വേറെ ഇതുപോലെ കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടില്ല. മീൻസ് എവിടെ വെച്ചാൽ സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇസ്രായേലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലൈക്ക് എങ്ങനെ ധൈര്യം കിട്ടി, അല്ലെങ്കിൽ ധൈര്യം എല്ലാം വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. കാരണം സ്റ്റീരിയോ ടൈപ്പുകൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ പണ്ട് മുതലേ ഈ ഹോളിവുഡ് നമ്മുടെ വാർ റിലേറ്റഡ് സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കാരണം അങ്ങനെ ഞാൻ കണ്ടു ശീലിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ടുള്ള ഒരു പ്രേരണ ഈ സിനിമകളും കൂടിയാണ്. കാരണം ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സിനിമകൾ കാണും, അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നീട് എനിക്ക് പണ്ട് മുതലേ ഉള്ള മറ്റൊരു ആഗ്രഹമാണ് ഒരു വാർ കറസ്പോണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് എൻ്റെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാർ കറസ്പോണ്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം പോലെയാണ് ഈ വാർ മേഖലകളിൽ സഞ്ചരിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ കണ്ട സിനിമകളിലെ സ്ഥലം കാണുക എന്നുള്ളത് അത് മറ്റൊരു പാഷനാണ്. മാത്രമല്ല പിന്നീട് ബ്രേക്കിംഗ് ദ സ്റ്റീരിയോ ടൈപ്പ് എൻ്റെ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു ഇൻറ്റൻഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ ഇതുപോലുള്ള യുദ്ധമേഖലകളിലും ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്ലേസസിൽ പോകാനായിട്ട് ചൂസ് ചെയ്തത്. ഇപ്പം തന്നെ ഞാൻ ബെലാറൂസിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തോട്ട് എത്തിയത്. ബട്ട് ബെലാറൂസിൽ പോകാനായിട്ട് പറ്റില്ല. ബെലാറൂസിൽ പോകാൻ അതിയായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ബെലാറൂസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ഒരു മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സ്പെഷ്യലി പോളണ്ടിൽ തന്നെ പല ആളുകളും വിചാരിക്കും ഒരു പൂറായിട്ടുള്ള ഒരു രാജ്യമാണ്, അതിദരിദ്രരായിട്ടുള്ള ഒരു രാജ്യമാണ്, വൃത്തിയൊന്നുമില്ലാതെ. ബട്ട് പോളണ്ട് വെച്ച് ബെലാറൂസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്ററാണ്. ബെലാറൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കര നീറ്റാണ്. ഇപ്പം ഓക്കെ പോളണ്ട് നല്ല വൃത്തിയാണ്, സോറി കേട്ടോ. ഇപ്പോൾ ഞാൻ പോളണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, നമുക്ക് വൃത്തിയില്ലാത്ത. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രിയ വൃത്തിയുള്ള ഒരു രാജ്യമാണ്. ബട്ട് ഓസ്ട്രിയയുടെ എന്താ പറയുക, തെരുവുകളിൽ ചില നമ്മുടെ ക്യാപിറ്റലിലെ ട്രെയിൻ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് വൃത്തി കുറവുണ്ട് പൊതുവെ വൃത്തിയാണെങ്കിൽ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെലാറൂസ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ആളുകൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ബെലാറൂസ് ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ബെലാറൂസിൻ്റെ സാഹചര്യങ്ങളും സ്ഥലങ്ങളും അവിടുത്തെ ഒരു സംഭവം അവിടുത്തെ ആളുകളുടെ ബിഹേവിയറൊക്കെ എനിക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് കൂടിയാണ്. പിന്നെ എനിക്കും അത് കാണണമെന്നുള്ള രീതിയിലാണ് ഞാൻ പോകാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അത് നടന്നിട്ടില്ല. ഓക്കെ. അല്ല, നേരത്തെ ഇറാൻ്റെ കാര്യം പറഞ്ഞാൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് നമുക്ക് പൊതുവെ മെയിൻ സ്ട്രീമിൽ പുഷ് ചെയ്യാൻ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാസ്റ്റ് മെജോറിറ്റി അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. മൈൻ അവിടെ പോയ സ്ഥിതിക്ക് അവിടുത്തെ ആൾക്കാരായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്താ പൊതുവെ അവിടുത്തെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇറാൻ എന്ന് പറയുന്നത് പൊതുവെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 70% ആളുകൾക്കും അവിടുത്തെ ഇസ്ലാമിക് റെജീമായിട്ടുള്ള അവർ മുല്ല എന്നാണ് പറയുന്നത്, മുല്ലകളാണല്ലോ അത് ഭരിക്കുന്നത്. അപ്പോൾ ഈ മുല്ല ഗവൺമെൻറ്റിനെ അവർക്ക് പൊതുവെ ഇഷ്ടമില്ല. കാരണം അതിൻ്റെ പ്രധാന കാരണം അവർ എന്താ പറയുക ഈ ഗവൺമെൻറ്റിൽ നിന്ന് സഹിക്കുന്ന പീഡനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തു, ഇറാനിൽ യാത്ര ചെയ്തു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ മനസ്സിലാക്കിയതെന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ സ്വയം ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ കൾച്ചർ എങ്ങനെയാണ്, മുമ്പ് പണ്ടെപ്പോഴും അങ്ങനെ അല്ലായിരുന്നു. ബട്ട് പിന്നീട് അവരുടെ സംസ്കാരം മാറി, കൾച്ചർ മാറി, മതം മാറി, അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരുടെ ആ ഒരു നാടിൻ്റെ സംസ്കാരം കംപ്ലീറ്റ് ആയിട്ട് മാറി. ബട്ട് ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യൻസ് ആണ്, അവർ അറബല്ല. അഫ്ഗാനികൾ പഷ്തൂൺ ആളുകളാണ് കൂടുതലുണ്ടെങ്കിലും അവരുടെ കൾച്ചർ അറബ് കൾച്ചറുമായിട്ട് ഒരു സാമ്യമുള്ള കൾച്ചറാണ്. ബട്ട് പേർഷ്യൻസ് എന്ന് പറയുമ്പോൾ റിയൽ പേർഷ്യൻ കൾച്ചർ, അത്രയും വാസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലം, പോപ്പുലേഷൻ, അവർക്കെന്ന് പറയുമ്പം ഇങ്ങനെ എല്ലാവരും എന്താ പറയുക ഒരു അറബ് സംസ്കാരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള ഈ റെജീമായിട്ടുള്ള ഈ ഗവൺമെൻറ് വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ തല മറയ്ക്കണം ഇതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ ഫുള്ള് ഇപ്പം ഇറാനിലുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പം തല ഫുള്ള് കെട്ടി മൂടണം അങ്ങനെയൊന്നും അല്ല ഇറാനിലുള്ള ഗവൺമെൻറ് പറയുന്നത്, തല മറയ്ക്കണം. ബട്ട് എന്നിരുന്നാലും അതുപോലും അവർക്ക് പറ്റില്ല, അത് അവരുടെ ഫ്രീഡത്തിനെതിരെയാണ്. അപ്പം ഇത്രയും ഫ്രീഡം കൊടുക്കാത്ത ഒരു ഗവൺമെൻറ് ഇതുപോലെ ഒരു എന്താ പറയുക മൊണാർക്കി പോലെ ഭരിക്കുന്നത് സത്യത്തിൽ 70% അല്ലെങ്കിൽ ഒരു 80% എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 70% പോട്ടെ, സത്യത്തിൽ അവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല. പിന്നെ താല്പര്യമുള്ളത് റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് താല്പര്യമുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ഒരു റിലീജിയൻ്റെ ഗവൺമെൻറ് ആണല്ലോ. പിന്നീട് താല്പര്യമുള്ളതെന്ന് പറയുമ്പോൾ പഴയകാല കുറേ ആളുകൾക്ക് കുറച്ച് താല്പര്യമാണ്. പിന്നെ വളരെ ചുരുക്കം യങ്സ്റ്റേഴ്സിനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറാൻ ഗവൺമെൻറ്റിനെ ഇഷ്ടമുള്ളത്. ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യമില്ല. ഓക്കെ. അല്ല, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു കോസായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്രാജ്യ ശക്തികൾ, അതായത് US ഇൻ പെർട്ടിക്കുലർ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു, കാരണം അവർക്കൊരു പ്രോപ്പർലി എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. എന്നിട്ട് ഓയിൽ നാഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ഒപ്രസീവ് റെജീം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും കൂടി മനസ്സിലാക്കണം എന്ന്
പറയാം. അവര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബട്ട് നമ്മൾ അതൊക്കെ മറ്റൊരിതാണ്. ഒരു മനുഷ്യന് ഫ്രീഡം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവരതൊന്നും നോക്കില്ല. അവർക്ക് ഏതൊരു മനുഷ്യനും ആദ്യം വേണ്ടത് അവരുടേതായിട്ടുള്ള ഫ്രീഡമാണ്. ഞാനിപ്പോൾ ഇറാൻ ഗവൺമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നതല്ല. ബട്ട് നിങ്ങൾ ഈ ചോദിച്ചില്ലേ, നമ്മൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് അത് ഇതൊരു വെസ്റ്റേൺ നറേറ്റീവ് മാത്രമാണ്, ഇറാനിലുള്ള ആളുകൾക്ക് അവരുടെ ഗവൺമെന്റിനെ ഇഷ്ടമല്ല. അത് വെസ്റ്റേൺ നറേറ്റീവ് അല്ല. ഇറാനിലുള്ള ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്കും ഇറാൻ ഗവൺമെന്റിനെ ഇഷ്ടമല്ല. അതൊരു സത്യം മാത്രമാണ്. ഈ ഒരു സത്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് വെസ്റ്റേൺ മീഡിയകളും വെസ്റ്റേൺ പ്രൊപ്പഗണ്ട പരത്തുന്ന പല ആളുകളും ഇതുപയോഗിച്ച് അവർ ഇറാനെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് മറ്റൊരു വാസ്തവം. ഓക്കെ 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 ഫൈൻ ഫൈൻ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റീരിയോടൈപ്സ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ മാഹിൻ്റെ ട്രാവലിൽ ഒരുപാട് വേറെയും ഈ ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രാവൽസ് എനിക്ക് ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത് നമ്മുടെ ഈ ആമസോൺ അവിടെ ആ ബോട്ട് മറിഞ്ഞതും ലൈക്ക് അതിനെപ്പറ്റി ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക്ക് അത് അങ്ങനെ ചെയ്യണം തോന്നാനുള്ള റീസൺ എന്തായിരുന്നു അവിടെ ചെന്നപ്പോൾ? അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ പലപ്പോഴും പറയും, എൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഈ പാരാഗ്ലൈഡിങ്ങോ അല്ലെങ്കിൽ സ്കൈ ഡൈവിങ്ങോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. എൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുമ്പം സൊമാലിയൻ പൈററ്റ്സ് എന്നെ തട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസം ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ആമസോണിൽ ഒരു മരം വെട്ടിയിട്ട് ഒരു വഞ്ചി ഉണ്ടാക്കി പോവുക. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പോളണ്ടിൽ നാളെ പോകുന്നത് ഞാനും സുഹൃത്തുമായിട്ട് ഒരു കയാക്ക് ചെയ്ത് ഞാൻ നമ്മുടെ ഗിഡാൻസ് ബാൾട്ടിക് സീയിലോട്ട് പോവുകയാണ്, ഇവിടെ വിസ്റ്റുല നദി വഴി. അപ്പോൾ എൻ്റെ ഒരു പാഷൻ പണ്ട് മുതലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്, എനിക്കൊരു ഒരു വാക്കുണ്ടല്ലോ, സോറി, അത് തന്നെ, സോറി. അപ്പോൾ ആ ഒരു സംഭവം തരുന്നത്, ഒരു ഉത്തേജകമായിട്ടുള്ളൊരു സംഭവം തരുന്നത് ഇതുപോലുള്ള ഇതാണ്. ഞാൻ മംഗോളിയയിൽ പോയിട്ട് ഒരു കുതിര വാങ്ങിച്ച് കുതിരയിൽ യാത്ര ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു കുതിര റെൻ്റ് എടുത്ത് ഒരു 2-3 ദിവസം യാത്ര ചെയ്താൽ കിട്ടുമെന്ന്. ഇത് കുതിരയെ വാങ്ങിച്ച് നമ്മുടെ കുതിര അങ്ങ് പോകുന്നു, അതിൻ്റെ ഒരു ഉത്തേജകം അത് മറ്റൊരു രീതിയാണ് കേട്ടോ. അതിൻ്റെ എക്സ്പീരിയൻസ് വേറൊരു രീതിയാണ്. അപ്പം എനിക്ക് പണ്ട് മുതലേ എൻ്റെ അഡ്വഞ്ചറുകൾ ഇതാണ്. അങ്ങനെയാണ് ഞാൻ ആമസോണിൽ പോയപ്പോൾ എനിക്ക് തുടക്കത്തിലേ പോകണമെന്നുണ്ട്. ബട്ട് എനിക്കങ്ങനെ കൂട്ടുകാരും കിട്ടിയില്ല. അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളെ കിട്ടി, അവർ ഓക്കെ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വഞ്ചി ഉണ്ടാക്കി വഞ്ചിയിലോട്ട് പോകുമായിരുന്നു. അല്ല, ചങ്ങാടം. അതെ, ഓക്കെ. അല്ല, ചങ്ങാടം മറിയേണ്ട റീസൺ എന്താ? ചങ്ങാടം മറിയാൻ നമ്മൾ ആമസോൺ നദി എന്ന് പറയുമ്പോൾ ഓരോ സമയമാകുമ്പോഴും അതിൻ്റെ ഈ സൈഡിലുള്ള മരങ്ങളെല്ലാം ഇങ്ങനെ വെള്ളം ഇളക്കി ഇങ്ങനെ കൊണ്ടുപോകും. ഈ മരങ്ങളെല്ലാം ഇതിൽ കിടക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തെന്ന് പറയുമ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഇത് സീറോ എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായില്ലേ? ആ ഒരു ക്രൈസിൻ്റെ പിറകിൽ ഇറങ്ങിയതാണ്. കാരണം ആമസോൺ ഭാഗത്ത് ഇതുപോലെ വരാനായിട്ട് ക്രൈസുള്ള വേറെ ആരെയും കിട്ടുന്നില്ല. കുറേ നാളായിട്ട് ഞാൻ നോക്കി. എൻ്റെ ഒരു തുർക്കിഷ് ഫ്രണ്ട് ഉണ്ട്, കുട്ടായി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. ബട്ട് അവൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവനിപ്പോൾ ഞാൻ കയാക്കിനും വിളിച്ചായിരുന്നു. ബട്ട് അവന് പോളണ്ടിലെ വിസ അവന് കിട്ടില്ല. അവർക്ക് ബാൽക്കൻസിലേ പോകാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കിട്ടി. നമ്മളങ്ങനെ അധികം ഒന്നും ചിന്തിച്ചില്ല, ചങ്ങാടം ഉണ്ടാക്കി അങ്ങ് പോയി. അതായിരുന്നു സംഭവം ഉണ്ടായത്. സോറി, ചോദിച്ചെന്തായിരുന്നു ഇതിൽ? അതന്നെ, എങ്ങനെയാണ് ലൈക്ക് അത് മറിഞ്ഞത്? ഓക്കെ, മറിഞ്ഞത്. അപ്പോൾ ഈ കുറേ മരങ്ങൾ ഇതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഈ തുഴയുന്ന ഇത് വെച്ചിട്ട് നമ്മൾ റോ ചെയ്ത് ഡയറക്ഷൻ മാറ്റി പോകണം. കാരണം ഇത്രയും വാസ്റ്റായിട്ടുള്ള ഇതാണല്ലോ. ബട്ട് ചില ഇതൊക്കെ നമുക്ക് അത്രയും ഇതിൽ പറ്റൂല. ചിലപ്പോൾ ഒന്ന് തട്ടി ഇടിച്ച് ഒന്ന് ചെറുതായിട്ടൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകും. ഇപ്പോൾ എത്തിയപ്പോൾ നമ്മൾ ഇത് 3-ാമത്തെ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്തത് നല്ല മഴയായിരുന്നു. അപ്പം അടിയൊഴുക്ക് കൂടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നു, അങ്ങ് ദൂരെ ഒരു മരം കണ്ടു. അപ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഇതൊഴിക്കേണ്ട പറഞ്ഞില്ല. സാധാരണ ഒരു നിയമം വെച്ചിട്ട് അവിടെ ഉള്ള ആളുകൾ പറയുന്ന 100 മീറ്ററിന് മുന്നേ നമ്മൾ തുഴഞ്ഞ് മാറണമെന്നാണ്. നമ്മളെന്ത് 50 മീറ്ററൊക്കെ കഴിയും, എന്നിട്ട് പയ്യെ അങ്ങനെ തുഴഞ്ഞു പോകും. അപ്പോൾ ഇത് വന്നപ്പോൾ ഈ 50 മീറ്ററിൽ തുഴയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതങ്ങോട്ട് നീങ്ങുന്നില്ല, ഇങ്ങോട്ട് നീങ്ങുന്നില്ല. പിന്നെ നേരെ പോയി ഇടിക്കുമല്ലേ. അപ്പം നമ്മളെല്ലാവരും എണീറ്റ് നിന്നു, റൂഫിലൊക്കെ പിടിച്ചിങ്ങനെ നിന്നു. അപ്പോൾ ഇടിച്ചെങ്ങനെ നിൽക്കുമെന്നേ വിചാരിച്ചു. ഇത് ഇടിച്ചതേ ഓർക്കുന്നുള്ളൂ. പിന്നെ മറ്റേ സൗണ്ട് അല്ലേ, അതാണ് ഉണ്ടായത്. ഇപ്പം റൂഫ് കാര്യങ്ങളൊക്കെ ഉള്ളതായി. ഇത് ഇടിച്ച് സംഭവം അടിയൊഴുക്ക് കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോവുക, അതായത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ പോവാം. അപ്പം ഞാനും ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോവാൻ, ഞാനൊരു മരത്തിൽ പിടിച്ചു, അത് പൊട്ടി. പിന്നെ മറ്റൊരു അടിയിൽ പിടിച്ചു. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴി പിന്നെ ആയപ്പോൾ ഇതെല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോയി, പൊളിഞ്ഞങ്ങ് പോയി. അപ്പം പിന്നെ നമുക്കൊരു ഒരു 10 സെക്കൻഡ് ഒരു ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ ഞാനത് പിടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ കാണുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് അതിൻ്റെ മുകളിൽ അങ്ങനെ പിടിച്ചിരുന്ന് പോവുക. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ. എനിക്കെന്നാത് വെള്ളവും പാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയുള്ള ഒരു വ്യക്തിയാണ്. കാട്ടിലൊറ്റപ്പെട്ട് പോകും. കാട്ടിലൊറ്റപ്പെട്ട്, കാരണം വെള്ളമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമല്ലേ. വെള്ളമാണ് എനിക്ക് പേടി എൻ്റെ ലൈഫിൽ. യുദ്ധമേഖലകൾക്ക് പോകാൻ പേടിയില്ല, പക്ഷെ എനിക്ക് ഒരു ബോംബുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു സംഭവം അല്ല, മനസ്സിലായില്ലേ? കാരണം ശീലിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇത്.
ബട്ട് എനിക്ക് പാമ്പും ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ പണ്ട് പറയും, അതായത് വീട്ടിൽ ഒരു ചേര വന്നാൽ ഞാൻ കിടന്ന് വിളിക്കും. ഇപ്പോൾ പറയും നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു ഇതല്ലല്ലോ, അപ്പുറത്ത് ഒരാണുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ആയിപ്പോയെന്ന് ആ ഒരു സംസാരം പറയുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക. ലാസ്റ്റ് പിന്നെ പെട്ടെന്നൊരു ബോധം വന്നു. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കാണിക്കുക. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നീന്തി മറ്റൊരു മരത്തിൽ പിടിച്ചു, പിന്നെ നീന്തി കരയിലോട്ട് കാട്ടിലോട്ട് കയറി. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു ആ ഭാഗത്തോട്ടെ. പിന്നീട് അവരിങ്ങനെ ഒഴുകി അതിൽ പിടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അവരെവിടെയൊക്കെ എത്തിയപ്പം ശബ്ദം വെച്ചിട്ട് കുറേ ആളുകളെ ശ്രദ്ധിപ്പിച്ചു. ഒരു കാട്ടിൻ്റെ അകത്തൊരു ആമസോൺ എന്ന് പറയുന്നത് 60% അൺഎക്സ്പ്ലോർഡാണ്. ഈ എക്സ്പ്ലോർ ചെയ്ത 40% പലയിടത്തൊക്കെ ആയിട്ട് ആളുകളുണ്ട്. അപ്പോൾ ഈ ആമസോൺ കാട്ടിലെ യഥാർത്ഥത്തിൽ കാടാക്കി മാറ്റിയത് അവിടെ ഉള്ള കാട്ടിലുള്ള കുറച്ച് ആൾക്കാരാണ്. അതായത് ഇവർ വാഴയും നട്ട് കുറേ മരിച്ചിനിയൊക്കെ നട്ട് പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ വീടുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇൻഡിജിനിയസ് ഉണ്ട്, അല്ലാതെ അല്ല കോണ്ടാക്റ്റഡ് ആയിട്ടുള്ള പല ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഭാഷ അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അവർ സ്പാനിഷ് സംസാരിക്കും. അങ്ങനെ അല്ല, ബ്രസീലൊക്കെ ആണെങ്കിൽ പോർച്ചുഗീസ്, ബാക്കി ആമസോൺ മേഖലകളിൽ എല്ലാവരും അവർ സ്പാനിഷാണ് ഉപയോഗിക്കുന്നത്. ബ്രസീലിലുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് പോർച്ചുഗീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ ശബ്ദം വെച്ചിട്ട് പിന്നീട് മോട്ടോർ ബോട്ട് വന്ന് അവരെ രക്ഷിച്ചു. പിന്നീട് അവരെന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു. ഞാൻ കാട്ടിക്കൂടെ ഓട്ടോ നോക്കുന്നില്ല. എനിക്ക് പാമ്പൊന്നും ഒപ്പം നോക്കുന്നില്ല. കാരണം എനിക്ക് സ്ലിപ്പറില്ല, കാലിലൊന്നുമില്ല, മുള്ളുകളോ അതൊക്കെ തറച്ച് കയറുവാണ്. ഞാൻ കാട്ടിക്കൂടെ ഒറ്റ ഓട്ടം. നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ സർവൈവൽ ആണല്ലോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സർവൈവൽ വരുമ്പോൾ പാമ്പും വെള്ളമൊന്നും പേടി വരില്ല എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ ഒറ്റ ഓട്ടത്തിൽ പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ സൗണ്ട് കേട്ടു, മോട്ടോർ ബോട്ടിൻ്റെ ഇവർ സൗണ്ട് ഉണ്ടാക്കി വരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ കാട്ടിലോട്ട് തിരിച്ചു പോയി, അങ്ങനെ രക്ഷിച്ചു. അത് എനിക്കിപ്പോഴും അല്ല, ശരിക്കും ആമസോൺ എന്ന് പറഞ്ഞാൽ അത്രക്കും റിസ്ക് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ ജംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമുണ്ട് അനിൽ റാഡ്ക്ലിഫിന്റെ. അതിൽ ഇതേ ഒരു എനിക്ക് സത്യത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നെതർലാൻഡുകാരന് ജംഗിൾ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല. അപ്പം നെതർലാൻഡ്സുകാരൻ്റെ അടുത്ത് നമ്മൾ ഇതൊക്കെ സംഭവിച്ചു വന്നപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിന് ഒരു ജംഗിൾ മൂവി പോലെ ആയിരുന്നു. അപ്പോൾ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം കണ്ടു കാണണം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കിതിൽ ട്രോള് വരാൻ കാരണവും ഇതൊക്കെ തന്നെയാണ്. ആളുകളെല്ലാം പറഞ്ഞു ഞാൻ ജംഗിളിൻ്റെ കഥ പറയുവാണെന്ന്. ജംഗിൾ മൂവി ഞാൻ 4 തവണ കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇരുന്ന് കാണാനും ഉപയോഗിക്കുന്ന കുറച്ച് മൂവികളാണ് ജംഗിൾ. എനിക്ക് നമ്മുടെ ഇൻടു ദ വൈൽഡിനെയും കാട്ടി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ജംഗിൾ, കാണാൻ ഇഷ്ടമുള്ളതും. അപ്പം ഞാനിത് അപ്രതീക്ഷിതമായിട്ട് എക്വഡോർ പെറു ബോർഡറിലെത്തി. ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഒരു നെതർലാൻഡുകാരൻ വരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒന്നിട്ട് അവൻ വന്നാലോ. അപ്പം ഞാൻ ഇട്ടു. അവൻ അങ്ങനെ വരെയൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു എക്വഡോറുകാരൻ വരുന്നു. അപ്പോൾ പിന്നീട് ഇവരെയൊക്കെ സംസാരിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഓക്കെ ആയി. അപ്പം നമ്മളൊരു 3 പേരുണ്ട്. അപ്പം നമ്മുടെ ജംഗിൾ മൂവിയിലുള്ള 4 ഇതുണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പം എൻ്റെ മൈൻഡിലെ ജംഗിൾ മൂവി പെർഫെക്റ്റ്. അപ്പം ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചു. ഇവരെ ഓക്കെ ആയി. ഇവരെ പറഞ്ഞു, നമ്മൾ ചങ്ങാടം ഓക്കെ ആക്കി. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവർ പറഞ്ഞു ഞാൻ ഒരു ദിവസം ഒന്ന് എക്വഡോറൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയ സമയത്ത് ഒരു ലിത്വാനിയ എന്നുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോൾ പെൺകുട്ടിയൊക്കെ പരിചയപ്പെട്ടു, നല്ല കമ്പനിയായി. അവൾ നെക്സ്റ്റ് ദിവസം തിരിച്ച് ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ വന്നു. നെക്സ്റ്റ് ദിവസം ഞാൻ പോയി കണ്ടു. അപ്പം ഞാൻ ഒരു ദിവസം കാട്ടിൽ നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ ഇൻവൈറ്റ് ചെയ്തു, പറഞ്ഞെങ്കിൽ വന്നോളാൻ കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ കണ്ടപ്പം അവൾക്കൊരാഗ്രഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവസാനം എൻ്റെ മൈൻഡിൽ ഇതാണല്ലോ, നമ്മുടെ 3 പേരുടെ ടീം ജംഗിൾ മൂവി ടീം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഇവൾക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് കാരണം തന്നെ എൻ്റെ എക്വഡോർ ഫ്രണ്ട് അധികം അങ്ങനെ മിണ്ടാതായി. മനസ്സിലായല്ലേ? കാരണം ഞാൻ ഇതിൽ തീരുമാനം എടുത്തു എന്ന്. അപ്പോൾ എൻ്റെ യാത്ര തുടങ്ങിയത് തന്നെ ഒരു ജംഗിൾ മൂവി പോലെയായിരുന്നു. സത്യത്തിൽ ഇത് അപകടം ഉണ്ടായതും തീർന്നതും തന്നെ ജംഗിൾ മൂവി പോലെയായിരുന്നു. കാരണം ഞാനായിരുന്നു ലാസ്റ്റ് ഒറ്റപ്പെട്ടു പോയത്. ജംഗിൾ മൂവിയിൽ ലാസ്റ്റ് ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ ഇസ്രായേലുകാരനായിട്ടുള്ള യോസി ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, യോസി ഈ ഇതിലൂടെ ആക്കി ഒരു പുഴക്കരയിൽ എത്തിയില്ലേ. അപ്പം ഞാനും ലാസ്റ്റ് എത്തിയെന്ന് പറയുമ്പോൾ ഈ കാട്ടിക്കൂടെ ഓടി ഇവരുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഈ പുഴയ്ക്ക് കരയിൽ വരാൻ വേണ്ടി ഈ ചെളിയൊക്കെ കുണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പം ഇവർ ആദ്യം കെട്ടിപ്പിടിക്കുന്ന ഒരു മൊമെൻ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ലൈഫിൽ നടന്നതും അവിടെ നടന്നതും സത്യത്തിൽ ഇതാണ്. ഇപ്പം ജംഗിൾ മൂവിയിലെ സംഭവം നടന്നത് അതൊരു കോയിൻസിഡൻസ് മാത്രമാണ്. അത് കഥയെന്ന് പറഞ്ഞവര് ഞാൻ എന്ത് ചെയ്യാനാണ്? മനസ്സിലായില്ല. അത് കണ്ട് ഇതിലോട്ട് പോകുമ്പോൾ ശരിക്കും ടെൻഷൻ ആവില്ല, ഞാൻ അങ്ങനെ പെട്ടു കുറെ കാലം ഇങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഒരു ക്രൈസിലങ്ങ് തുടങ്ങി അത് പോകുന്നു. അതല്ല, ആ മരത്തിൽ പിടിച്ചു തോന്നിപ്പോയോ ഞാൻ ജംഗിൾ പോയോ? ബ്രോ ആലോചിച്ചു, വെള്ളം പേടിയുള്ള ഒരു വ്യക്തി ഈ നടുക്കടലിൽ വെള്ളത്തിന്റെ ഇടയിൽ നിൽക്കുന്നു. ബാക്കി കൂടെ ഉള്ള വെള്ളത്തിന് പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് നെതർലാൻഡുകാരനും എക്വഡോറുകാരനും വലിയ പേടിയൊന്നുമില്ല. അവരിങ്ങനെ പോകുന്നു. എനിക്ക് എന്നെയും കാട്ടി അപ്പം പേടി തോന്നിയത് ഇവർക്ക് വല്ലോ പറ്റുമോ,
ഇവരിങ്ങനെ ഒഴുകി പോവുകയല്ലേ. അപ്പം ഞാനാണല്ലോ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നതും. അപ്പോൾ അവർ സമ്മതിച്ചിട്ടാണ് വന്നതും. അപ്പോൾ എൻ്റെ ഒരു പേടി ഇവരെവിടെ പോയി എത്തുമെന്നായിരുന്നു പേടി. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പേടി ഞാൻ എത്തുമെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായിരുന്നു. നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ ആ ടിക് 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 ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തുള്ള ഇത്. ഇത് അവിടെ ഇപ്പോൾ കുറേ ഞാൻ നേരത്തെ ചോദിച്ചാണ് ഈ അൺകോൺടാക്റ്റഡ് ട്രൈബ്സ് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് അൺകോൺടാക്റ്റഡ് ട്രൈബ് എന്ന് പറയുമ്പം ഈ 60% ആമസോൺ ജംഗിളിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും. പിന്നെ ഈ 40% അകത്ത് തന്നെ അൺകോൺടാക്റ്റഡ് എന്നല്ല, നമ്മൾ അൺകോൺടാക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന പല വീഡിയോകളിലൂടെ അല്ലേ. അപ്പോൾ ഈ അൺകോൺടാക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് കുറേ ആളുകൾ പോയി അത് കോൺടാക്റ്റഡ് ആയതുകൊണ്ടല്ലേ നമ്മൾ ആ വീഡിയോ കാണുന്നത്. അതെ, അപ്പോൾ അങ്ങനെ ഒന്ന് പറയാം. അപ്പോൾ സത്യത്തിൽ അൺകോൺടാക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട്. അത് ആക്ച്വലി അൺകോൺടാക്റ്റഡ് തന്നെയാണ്. ഇപ്പോൾ പല ആളുകൾ പോകുന്നതും അവർ കുറേ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പല ആൾക്കാരും, എല്ലാവരും അല്ല കേട്ടോ, ഒരു ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ പോയിട്ട് മറ്റേ ഇതും ആക്കി കുറേ പെയിൻ്റ് അടിച്ച് അവർക്ക് ഫോണുണ്ട്, അവർക്ക് ബാക്കി എന്താ പറയുക ടെക്നോളജിയുടെ ഭാഗമൊക്കെ ആവാൻ കഴിയും. ബട്ട് ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആഫ്രിക്കയിൽ തന്നെ പല രാജ്യങ്ങളിലും അൺകോൺടാക്റ്റഡ് ആയിട്ടുള്ള ട്രൈബുണ്ട്. ബട്ട് അവിടെയൊന്നും ആരും എത്തുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കൊരു ബ്രസീൽ ആമസോണിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ അവിടുത്തെ സെലിബ്രേറ്റ് ചെയ്യാം. അവന് 2 മില്യൺ ഫോളോവർ, 1 മില്യൺ പ്ലസ് ഫോളോവർ ഉണ്ട്. അവന് നല്ല നൈക്കിൻ്റെ ബൂട്ട് ഇടാം, നല്ല ഐഫോണിൻ്റെ 18 Pro Max എന്താണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. ബട്ട് അവനും ഇപ്പോഴും മറ്റേ നിക്കറും വള്ളിയും ഇട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആയിട്ടും അവനാണ് ഇപ്പം ബ്രസീലിൽ എന്തോ ഒരു ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ കിട്ടിയത്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, എക്വഡോറുകാരനാണ്. അവനും ആ ഒരു മേഖലകളിൽ ജീവിക്കുന്നു. അവർക്ക് അതിൻ്റേതായിട്ടുള്ള പഴക്കവും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ബട്ട് അവർ സോഷ്യൽ മീഡിയകളിലും ആ ഒരു രീതിയിൽ പിന്തുടരാൻ വേണ്ടി പല ആളുകളും ഇതുപോലെ എന്താ പറയുക. അപ്പം നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മൾ അവൻ മരമൊക്കെ വലിഞ്ഞ് കയറുന്നു, ഡെയിലി മരം വലിഞ്ഞ് കയറിയല്ല അവരപ്പുറത്ത് പോകുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഇതൊരു ഫാഷൻ ട്രെൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ പരിപാലിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അതൊരു ബിസിനസ്സാക്കി മാറ്റുക, പല അർത്ഥമുണ്ട്. അതെ, നമുക്കിപ്പോൾ ആമസോൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഓപ്ഷൻ? ഒരു ശരാശരി ആൾക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അത് ഗൈഡിനെ കണ്ടുപിടിച്ചിട്ട് ഒരു നോർമൽ റൂട്ടിൽ തന്നെ ചെയ്യാൻ ധാരാളമുണ്ട്. പിന്നെ സേഫ് ആയിട്ടുള്ള 100% സേഫ് ആയിട്ടുള്ള. പിന്നെ നമ്മൾ വിചാരിക്കും ആമസോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആമസോൺ വലിയ കാട്, അത് വലിയ കാട് തന്നെയാണ്. ബട്ട് കേരളത്തിൽ ഈ ട്രോപ്പിക്കൽ ജംഗിളിലൊക്കെ വളർന്ന അല്ലെങ്കിൽ ട്രോപ്പിക്കൽ കാടുകളൊക്കെ കണ്ട ഒരു വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ കണ്ട നമുക്ക് ആമസോൺ ഈ നോർമൽ ടൂറൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ അവർ പോയിട്ട് 2-3 മൃഗങ്ങളൊക്കെ കാണിക്കും, മരങ്ങൾക്കിടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിശയോക്തി കാണില്ല, മനസ്സിലായില്ലേ. ഇപ്പം കാരണം ഞാൻ പെറുവിലുണ്ടായിരുന്നപ്പോൾ ഒരു മലയാളി ഇങ്ങനെ മെസ്സേജാണ്, ബ്രോ ആമസോൺ ബ്രസീലാണോ നല്ലത്, ആമസോൺ പെറു ആണോ നല്ലത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബ്രസീലിൻ്റെ ആമസോൺ ഭാഗത്ത് പോയിട്ടില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്, അതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ബ്രോ, ഞാൻ ബ്രസീൽ ആമസോണിൽ വന്നു കേട്ടോ, കണ്ടിട്ടൊരു ഗുമ്മ് കാണില്ല അത്. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ആമസോൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ബട്ട് പെട്ടെന്ന് നമുക്ക് ഈ എന്താ പറയുക വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ മലനിരകൾക്കൊക്കെ അടുത്ത് ജീവിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് ബീച്ചുകാരൻ വയനാട് പോകുന്ന ഒരു പരിചയം ഉണ്ടല്ലോ, അപ്പം അവർക്ക് ഭയങ്കര പെട്ടെന്ന് കണ്ടോടനെ ഒരു വലിയൊരു ഇതായിട്ട് തോന്നാനായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പൊ ഈ ചുരം കയറി പോകുന്നത് അതെല്ലാം നമ്മൾ ഈ ആനയും മാനും നമ്മുടെ കാട്ടുപന്നി എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊരു 10-15 പ്രാവശ്യം അതിൽ കൂടുതലോ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഒരു നെതർലാൻഡുകാരന് പെട്ടെന്ന് പോകുമ്പോൾ ആമസോൺ ജംഗിൾ കാണാൻ പോകും, അങ്ങനെ തോന്നാം. നമുക്കൊരു ഫാക്ടർ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അവിടുന്ന് സ്പെഷ്യലായി കഴിച്ച ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആമസോൺ? സ്പെഷ്യലായിട്ട് ഈ ആമസോൺ കാടുകളിൽ അവർ കഴിക്കുന്നത് കപ്പയും മരിച്ചിരിയും തന്നെയാണ്. ഇത് കഴിച്ച് മടുക്കും. പിന്നെ ഞാനൊരു ദിവസം ഈ നമ്മുടെ ചങ്ങാട യാത്രയിൽ ഞാൻ പോയി എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ പോയപ്പോൾ പിന്നെ ഇവരെന്ന് പറയുമ്പോൾ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകും രാത്രി. ചില ദിവസങ്ങളിൽ, ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മീൻ പിടിക്കും. വീടിൻ്റെ അവിടെ നദി ഉണ്ടല്ലോ. പിന്നെ ചില ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിൽ ഇവർ വെളുപ്പാനല്ല പാതിരാത്രി ഒരു 12 മണി തൊട്ട് 3 മണി വരെ ഹണ്ട് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഹണ്ട് ചെയ്യാനായിട്ട് പുള്ളിയുടെ തോക്കുണ്ട് മറ്റേ റബ്ബർ ഇട്ട് അടിക്കുന്നുണ്ട്, പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. അപ്പം ഇവരെന്ന് പറയുമ്പോൾ ഞാൻ പുള്ളി ഒരു ദിവസം കൊണ്ടുവന്നതെന്ന് പറയുമ്പം ഇവിടം തൊട്ട് ഇവിടം വരെ വലിപ്പമുള്ള ഒരു മറ്റേ അതിനെന്താ പറയുന്നത്, ക്രോക്കഡൈൽ മുതല ഇത്ര ഉള്ള മുതലക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അറുത്ത് കറി വെച്ച് കഴിക്കും. ഞാൻ വിചാരിക്കുന്നത് ഇതെന്താണ്, ഇവർക്കൊന്ന് കുറച്ചാൾ വിട്ടാൽ വലുതായിട്ട് അത് കഴിച്ചാൽ എത്രയും വലുതാവില്ലേ. ഇപ്പം ഇവർ മറ്റേ പല്ലി കിട്ടിയാലും പാറ്റ കിട്ടിയാലും വരെ
ഇവർ ഹണ്ട് ചെയ്ത് കഴിക്കും. കാരണം ഇവർക്ക് വേറെ ഇതില്ലല്ലോ. ഇവർക്ക് ആകെ ഉള്ളത് മരിച്ചിനിയും ഉണ്ട്, പിന്നെ പ്ലാന്റൈനും ഉണ്ട്. പ്ലാന്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല ഉണ്ടല്ലോ, നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം നമ്മളെ നാട്ടിലെ പോലെ ഇവർ പഴുപ്പിച്ചങ്ങനെ കഴിക്കൂല. ഇവർ കഴിക്കുന്നത് പച്ചയ്ക്ക് ഇവർ കട്ട് ചെയ്തിട്ട് അതിനെ ബോയിൽ ചെയ്ത് സൂപ്പായിട്ട് കഴിക്കും. ഇവർ അവിച്ച് കഴിക്കുന്ന പരിപാടിയില്ല. ഇവർ പഴുക്കുന്നതിന് മുന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ പഴുക്കുന്നതെല്ലാം ഇവർ കളയും. ഇപ്പം ഞാൻ എൻ്റെ ചങ്ങാട ട്രിപ്പ് തുടങ്ങിയപ്പം തന്നെ ഞാനൊരു അപ്പൂപ്പൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കുറേ കൊലകൾ പഴുത്തത് ഇങ്ങനെ കളഞ്ഞിരിക്കാൻ. നമുക്കത് സുഖമല്ലേ, നമ്മളതെടുത്ത് കഴിക്കില്ല. ഞാൻ ആ കൊലയൊക്കെ കൊണ്ടാണ് ഈ നമ്മുടെ ചങ്ങാടത്തിൽ കയറിയത് പോലും. ഓക്കെ ഓക്കെ. അല്ല പിന്നെ ബ്രോ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ലൈക്ക് കുക്ക് ചെയ്യാറാണോ അതോ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്യാറ്? മുമ്പൊക്കെ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പരമാവധി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ കുക്കിംഗ് പരിപാടിയൊന്നും. ലോക്കൽ ഫുഡ്സ് എല്ലായിടത്തും ട്രൈ ചെയ്യാറുണ്ട് എല്ലാവരും. കാരണം നമ്മൾ പൊതുവേ സ്റ്റേ ചെയ്യുന്നതും താമസിക്കുന്നതൊക്കെ പൊതുവേ എന്താ പറയുക പ്രാദേശികരായിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പമാണ്. അപ്പം അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവരെപ്പോഴും മറ്റുള്ള ഭക്ഷണമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് എപ്പോഴും ലോക്കൽ ഫുഡ്. പിന്നെ ഞാനൊരു ഫുഡിയല്ല, ഫുഡിന് വേണ്ടി അങ്ങനെ അന്വേഷിച്ച് യാത്ര ചെയ്യാറില്ല. അങ്ങനെ ചെയ്തൊരു ശീലവും ഇല്ല സത്യത്തിൽ. അപ്പോൾ കിട്ടുന്നത് എന്തും കഴിക്കും. ഓക്കെ. അല്ല പൊതുവെ മഹിൻ ഇവരെ എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പം അക്കോമഡേഷൻ കിട്ടാനാണെങ്കിലും ഇവർ അടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണോ അതോ ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്ന ഒരു? അല്ല, എനിക്ക് പല രീതിയിലുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഗുരുദ്വാരകൾ തപ്പി പോയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. കൗച്ച് സർഫിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ടിൻഡർ തന്നെ ഞാൻ അക്കോമഡേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കില്ലുള്ളത് കൊണ്ട് നമ്മളൊരാളുടെ അടുത്ത് പറയും ഹായ് ഹൗ ആർ യു, അവർ ഇങ്ങോട്ട് വേണ്ടിയില്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വിദേശി അവർക്ക് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അവർക്കൊരു മടിയാണ്. അപ്പോൾ ആ മടി നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ഹായ് പറയണം. അപ്പോൾ അവർ ഓവർ ഹാപ്പി. പിന്നെ നമ്മളെക്കുറിച്ച് പറയുക. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുകയാണല്ലോ. എനിക്ക് പോയിട്ട് ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് എനിക്കൊന്നും കിട്ടില്ല. മലകൾ തന്നെയാണ്, വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. എനിക്ക് എൻ്റെ യാത്ര പുതുമയും അല്ലെങ്കിൽ ഒരു ഉണർവൊക്കെ ആക്കുന്നത് ഞാൻ കാണുന്ന വ്യക്തികളിലൂടെയാണ്. അപ്പോൾ അവരെടുത്ത് പോയി സംസാരിക്കുക. അപ്പോൾ അവർ ചിലപ്പം നമുക്കൊരു മൈൻഡ് റീഡിങ് ഒരു ഇത് കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു ടാലൻറ്റ് കിട്ടും നമ്മൾ കൂടുതലായിട്ട് ഓവറായിട്ട് ആളുകളെ നിരീക്ഷിച്ച് തുടങ്ങുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ല. അപ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് നമ്മളെ വിളിക്കണം. ബട്ട് പുള്ളിക്കൊരു ഡൗട്ട്. കാരണം ഇവരെന്ന് പറയുമ്പോൾ വിദേശികൾ അങ്ങനെ കാണൂലല്ലോ. അപ്പോൾ കാണുന്ന ആൾക്കാരങ്ങനെ വിളിക്കുകയില്ല അധികം കൂടുതലായിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കും ഈ ട്രാവലേഴ്സ് എല്ലാം ഹോട്ടലുകളിൽ നിന്ന് അങ്ങനെ ട്രാവൽ ചെയ്യുന്നവരല്ല, അവർ വീട്ടിൽ വിളിച്ചാൽ സസ്പീഷ്യസ് ആവില്ലേ. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാകുമ്പം ഞാൻ എന്നൊരു ഇത് കിട്ടും, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ അവർ വിളിക്കും, മനസ്സിലായില്ലേ. പിന്നെ ചില ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും വീട്ടിൽ വന്ന് നിൽക്കൂ. പിന്നെ അങ്ങോട്ട് പോയി വാതിൽ മുട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ആഫ്രിക്കൻ സുഹൃത്ത്, കെനിയൻ സുഹൃത്ത് നിമ്മിയായിട്ട് ഞാൻ ബോട്സ്വാനയിൽ ഇങ്ങനെ പോയപ്പം അന്നൊരു സ്ഥലത്തും ഇല്ല, തണുപ്പും അവിടെ കാറ്റും. ഒരു വീട്ടിൽ പോയി കൊട്ടി നിങ്ങളെ വീട്ടിൽ കിടന്നോട്ടെ. അവർക്കൊരു പെട്ടെന്ന് ഇതായി. നമ്മളെങ്ങനെയാണ് സംസാരിക്കുക, അപ്പം ആ ഒരു രീതിയിൽ സംസാരിച്ചു, അവരുടെ വീട്ടിൽ കിടന്നു. അപ്പോൾ ചില ആളുകളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവർ പറയും ഒരു ദിവസമാണേ. ബട്ട് ഒരു ദിവസം നിന്നതിന് ശേഷം പിന്നെ അവർ വിടൂല. അവർ പറയും അയ്യോ 2 ദിവസം കഴിഞ്ഞ് പോകും, 3 ദിവസം കഴിഞ്ഞ്. അവർ പറഞ്ഞ് കയറ്റിയത് ഇങ്ങനെ ആയിരിക്കും, ഒരു ദിവസം ഇന്ന് നിന്നോ കേട്ടോ. പിന്നെ അവർ പോകാനായിട്ട് പറയും അയ്യോ പോലെ 2-3 ദിവസം. അപ്പം അങ്ങനെയാണ് അനുഭവം പിന്നീട് മാറുന്നത്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് മഹിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഇങ്ങനത്തെ അവസരങ്ങൾ കൂടി ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. കാരണം ഒരു പരിധിയിൽ അങ്ങനെ ആയിരിക്കാം. പിന്നെ അവരുടെ ഒരു നല്ല ഒരു ഇതും ആളുകളുടെ ഒരു നല്ല രീതിയിലുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവർക്കും നമ്മളെ കണ്ടിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടായിരിക്കാം പഠിക്കാനായിട്ടോ അങ്ങനെ. കാരണം യൂറോപ്പിൽ പൊതുവെ ഇങ്ങനെ ഓഫർ ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. യൂറോപ്പിൽ നമ്മൾ അങ്ങോട്ട് ഹായ് പറഞ്ഞത് എന്തിന് ഹായ് പറയുന്നു എന്നായിരിക്കും അവർ ഇങ്ങോട്ട് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ അതുകൊണ്ടാണ് എനിക്കങ്ങനെ വെൽക്കമിങ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ യാത്ര ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പം തന്നെ ഞാൻ ഹിച്ച് ചെയ്യണമെന്നുണ്ട്. ബട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. സ്പെഷ്യലി പിന്നെ ആസ് എ ബ്രൗൺ ബോയ്, ആസ് എ ബ്രൗൺ മാൻ ഹിച്ച് ചെയ്ത് അവിടെ മണിക്കൂറോളം നിൽക്കാം. ഒരു ബ്രൗൺ വിമന് പിന്നെയും ആക്കാം. വൈറ്റ് ആണുങ്ങളൊക്കെ കണ്ട ഒരു പെണ്ണ് നിൽക്കുന്നു ഒന്ന് നിർത്താമെന്ന് വിചാരിക്കും. ഇവിടെ ഒരു പയ്യന് ഒരു ബ്രൗൺ ആണെന്ന് കണ്ടാൽ അവരുടെ മൈൻഡിൽ ഫസ്റ്റ് ഒരു ഫോബിയ ആയിരിക്കും, ഒരു ബ്രൗണിനോടുള്ള ഫോബിയ. കാരണം ബ്രൗൺ എന്ന് പറയുമ്പോൾ ധാരാളം എമിഗ്രൻസ് വരുന്ന നാടുകളിലുള്ള ഒരു കളറല്ലേ. ഒന്നെങ്കിൽ എമിഗ്രൻസ് ആണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും പ്രശ്നക്കാരാണെന്ന്. അപ്പോൾ ആ ഒരു ഫോബി കൊണ്ട് അവർ നിർത്തില്ല. പിന്നെ ചില ആളുകൾ റേസിസ്റ്റ് ആയിരിക്കാം. ബട്ട് റേസിസം വെച്ച് നിർത്താതിരിക്കുന്ന വളരെ കുറവാണ്. ബട്ട് കൂടുതലൊരു ഫോബിയാണ്. കാരണം അവർ എമിഗ്രൻസ് ആണ്, വിസ ഇല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അതെ. അതിനെത്ര ഭാഷകൾ സംസാരിക്കും? അങ്ങനെയൊന്നുമില്ലേ, മലയാളം പ്രോപ്പറായിട്ട് സംസാരിക്കും. പിന്നെ തമിഴ് അത്യാവശ്യം അറിയാം, ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, പിന്നെ ഇന്ത്യൻ റീജിയണൽ ഭാഷകൾ മനസ്സിലാവും.
പിന്നെ ഇപ്പോൾ നമ്മുടെ ലാറ്റിൻ അമേരിക്ക സഞ്ചരിച്ചപ്പോൾ സ്പാനിഷ് അത്യാവശ്യം പഠിച്ചില്ലേ? കുറച്ച് സംസാരിക്കാം. ഓക്കെ. അപ്പം എൻ്റെ സ്പാനിഷ് ഫ്രണ്ട് എന്നെ കളിയാക്കും, എനിക്ക് ഒരു 10 അറിഞ്ഞൂടാന്ന് പറയും. ബട്ട് എന്നാലും പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമായിട്ടുള്ള ഒരു ഭാഷയാണ് സ്പാനിഷ്. എന്തോ കൊമസാസ് ബിയൻതോ, എന്തോ ഒരു ഭയങ്കര ഒരു ലവ്ലി ലാംഗ്വേജ് ആണ്. അതായത് എന്തോ ഒരു ഒഴുക്ക. ജർമ്മൻ ഒക്കെ പോലെ അല്ലല്ലോ. ജർമ്മൻ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, എനിക്കൊന്നും പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രണയവും ഇല്ല ആ ലാംഗ്വേജിൻ്റെ അടുത്ത്. ബട്ട് സ്പാനിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്പാനിഷ് മസാല മൂവി, ഒരു സ്പാനിഷ് മനസ്സിലായല്ലേ? സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഒന്നും കൂടി ഒരു ഈസി കാറ്റഗറി. ജർമ്മൻ ഒന്നും കൂടി ഒരു ടഫാണ്. ജർമ്മൻ കുറച്ച് ടഫാണ്. എനിക്കൊന്ന് പോളിഷ് അതിൽ നിന്നും ടഫാണെന്ന് മനസ്സിലാക്കിയ ഇന്നലെ. ഞാൻ വിചാരിച്ചു ജർമ്മനാണ് ടഫ് എന്ന്, പക്ഷെ ഇന്നലെ മനസ്സിലാക്കി പോളിഷ് അതിൽ നിന്ന് ടഫാണെന്ന്. താങ്ക്സ് ടു ഫഹീം. അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഫിനിഷ്. ഫിനിഷ് ഏറ്റവും ടഫായിട്ടുള്ള ഭാഷ. അങ്ങനെ ബ്രോ ഇനി എന്താ പരിപാടി? ഇനി നാളെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഒരു കയാക്ക് കൊണ്ടുള്ള ഒരു യാത്ര. കൂടെ ഫഹീം. അതെ, നമ്മുടെ ക്യാമറയുടെ പിന്നിലുണ്ട്. ക്യാമറയുടെ പിന്നിൽ. അതെ, ഫുൾ സപ്പോർട്ടായിട്ട്. അപ്പോൾ എന്താണ് മൈൻഡ് ഒരു പേർപ്പസ് എന്താണ്? ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യണം, നീ നോമാഡിക് ലൈഫ് വിട്ട്, അങ്ങനത്തെ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ യാത്ര തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം. എൻ്റെ ലൈഫ് ലോങ് തന്നെ ആയിരിക്കും. ഒരു മടുപ്പ് വരുന്നില്ല? മടുപ്പ് വരുന്നത് എനിക്ക് പൊതുവേ ഞാൻ ഈ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാവൂലേ, ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ലോൺലിനെസ് ഫീൽ, ഭയങ്കര ലോൺലെസ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എനിക്ക്. അല്ല, ഇതെന്താ യാത്ര കുറെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എല്ലാം ഒരേമാതിരി തോന്നുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ എവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാനില്ല, ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു മടുപ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ. എനിക്കിപ്പോ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇല്ല. ഇപ്പൊ ഞാൻ ഫഹീമിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ്, എനിക്ക് സത്യത്തിൽ ഈ ലോകത്ത് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ മലയാളികളോടൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ മലയാളികൾ പറയും, ബ്രോ ഇത് കണ്ടോ, അത് കണ്ടോ, അത് നോക്ക്, ഇത് നോക്ക്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചോ, ലണ്ടനിലായിരുന്നപ്പോൾ, ലണ്ടനിലാണോ ഇവിടെ ആയിരുന്നോ, എന്തോ ഒരു മെഷീൻ കേട്ടോ, ഫോട്ടോ ബൂത്ത് ഇവിടെയാണോ, ഇവിടെ അല്ല, പക്ഷെ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കണ്ടു. ബട്ട് ഇതല്ല, ലണ്ടനിലാണെന്ന് തോന്നുന്നു. ഒരു മലയാളി ഫാമിലിയുടെ കൂടെ പോയപ്പം ഒരു ഫോട്ടോ ബൂത്ത് എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്യുന്ന, അല്ല ഫോട്ടോ ബൂത്ത് അല്ല, നമ്മുടെ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, അല്ലാതെ നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ, നമ്മുടെ ഈസ്റ്റ് ഏഷ്യയിലൊക്കെ നമ്മുടെ ഒരു ന്യൂസ് പേപ്പറിലല്ല, അല്ലാതെ ഈ കൊറിയയിലൊക്കെ കാണില്ലേ, നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടല്ലോ. അപ്പം ലണ്ടനിലാണെന്ന് തോന്നുന്നു അത് കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു താത്ത ഉണ്ടായിരുന്നു, താത്ത എങ്ങനെ പറയാം, മാഹിനെ അത് കാണിച്ചോട്. അപ്പോൾ ആ പുള്ളി പറയുകയാണ്, അവനൊക്കെ ഇത് എത്രയും കണ്ടു കാണും. അപ്പോൾ എനിക്കതുപോലെ സത്യത്തിൽ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും, ഇപ്പോൾ ചൈന പോയാൽ ചൈനയിൽ ഇല്ലാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കങ്ങനെ വലിയൊരു ക്യൂരിയോസിറ്റി വരുന്നില്ല. എനിക്കിപ്പോൾ പലയിടത്ത് പോകുമ്പോഴും ഇത് കാണുമ്പോൾ അത്, പിന്നെ ബിൽഡിങ്ങുകളോട് എനിക്ക് പണ്ടേ ഒരു വലിയൊരു ഇതൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി വരുന്നില്ല. പിന്നെ ഈ മനുഷ്യർ കാരണം ഓരോ ആളുകൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ്, ബന്ധങ്ങളാണല്ലോ. കാരണം വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങളാണ്, ഇൻഡിവിജ്വൽ ബന്ധങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ യാത്ര പോകുന്നത്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഒരിക്കലും മടുക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ. മൈനിപ്പോൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ എങ്ങനെയാണ് ബഡ്ജറ്റ്, എത്രയാണ് ആവറേജ് ആയിട്ട് ഇടുന്ന ഒരു ബഡ്ജറ്റ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ട്രിപ്പിന് തന്നെ ഇല്ല, അങ്ങനെയല്ലല്ലോ. കാരണം ഞാനൊരു ട്രിപ്പായിട്ട് ഒരു എക്സ്പെഡീഷൻ ആയിട്ട് പോകുന്നല്ല. ഇപ്പം ഓക്കെ, ഇപ്പോൾ ഞാൻ കയാക്കിങ് അത് എക്സ്പെഡീഷനാണ്, അത് എൻ്റെ ഒരു എൻ്റെ ലൈഫ് യാത്രയുടെ ഭാഗമാണ്. ഇപ്പം ഞാൻ നാട്ടിൽ പോകുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് നാട്ടിലെ കല്യാണമോ പാല് കാച്ചലോ അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതെന്ന് പറയുമ്പോൾ പാല് കാച്ചലോ കല്യാണമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ, പിന്നെ ഇപ്പോൾ വിസ എടുക്കാനായിട്ട് യൂറോപ്പിൻ്റെ വിസ തീർന്നു, അത് എടുക്കാനും കൂടെ ആയിരുന്നു പോയത്. അപ്പം അതിന് പോയ ഒരു ബ്രേക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്രയെ ഒരു കണക്കാക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോങ് ജേർണി മാത്രമായിട്ടാണ്, ഓരോ രീതിയിലുള്ള യാത്ര അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബഡ്ജറ്റ് അങ്ങനെ നോക്കുന്നില്ല. മാക്സിമം കട്ട് ഷോട്ട് ചെയ്യാൻ നോക്കും, അതായത് അക്കോമഡേഷൻ അധികം സ്പെൻഡ് ചെയ്യാതെ. ഞാൻ അങ്ങനെ പൊതുവേ അക്കോമഡേഷൻ അങ്ങനെ എടുക്കാറില്ല. കുറേ നാൾ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ളപ്പം ചിലപ്പോൾ നമുക്ക് ഒന്ന് ആഘോഷിക്കാനോ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം കുറേ നാൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു ഹോസ്റ്റലിൽ നിന്ന പോളണ്ടില്ല, ഇവിടെ വാർസോയിൽ വന്നിട്ടാ ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അല്ല, അത് എനിക്കൊരു ഫ്രണ്ട് ഇല്ലായിരുന്നു. അപ്പൊ പിന്നീട് ഒരു ദിവസം കിടക്കണം, മനസ്സിലായില്ലേ? അല്ല, സ്റ്റോറി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വാർസോയിൽ തന്നെ കുറെ ഹോസ്റ്റലുകളുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലായല്ലേ, ഇപ്പൊ ഒരു മലയാളികളല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ അപ്പം പറയും ഞാൻ വരാന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് എനിക്കൊരു ഇന്നലെ ആണെങ്കിൽ ലാസ്റ്റ് നൈറ്റൊക്കെ ഇതായി, പിന്നെ ലാസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ ഒരു മൂഡില്ല, ഇതായില്ല, അതിനുള്ള രാത്രി മിഡ് നൈറ്റും ആയല്ലോ. അപ്പം പിന്നെ എനിക്ക് ഒരു പയ്യനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി ബിരിയാണി കുക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഒരു മലയാളിയാണ്, ഒരു പോളണ്ടിലെ, പുള്ളിയുടെ പേര് ആസിഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവന് ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി, ഷോക്കായിപ്പോയി, അവൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, ആസിഫേ ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് ഷവർ ചെയ്യാനൊക്കെ പറ്റുമോ?
അവിടെ വരെ. പിന്നെ വാ മുത്തേന്ന് അവന് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. അപ്പോൾ എനിക്കൊരു കമ്പനി കിട്ടി. അപ്പം എനിക്കെപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് ഹോസ്റ്റലുകളിലോ ഹോട്ടലുകളിലോ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു പ്രായം കൊണ്ടായിരിക്കാം, എനിക്കൊന്ന് ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രൈവസി വേണമെന്ന് തോന്നുമായിരിക്കാം. ഇതുവരെ അങ്ങനെ അധികം തോന്നാറില്ല. ഓക്കെ ഞാൻ കഴിഞ്ഞോട്ടെ. ഇപ്പോൾ മായി ഇത്രയും ട്രാവൽ ചെയ്താൽ ഇപ്പോൾ മീറ്റ് ചെയ്ത ആൾക്കാർ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് പറയാനുണ്ടോ? വിയേർഡായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ കൂടെ ട്രാവൽ ചെയ്ത ആൾക്കാരതോ അല്ലെങ്കിൽ മീറ്റ് ചെയ്ത ആൾക്കാരതോ നെഗറ്റീവ് ആയിട്ടുള്ളതാ? നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ? ഇൻസ്പയറിംഗ് ഒക്കെ പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇതൊരു ഭയങ്കര ഒരു മെമ്മറബിളാണ്. തൗസൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് നമ്മൾക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ളത് എപ്പോഴും അത് പെട്ടെന്ന് ആലോചിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതും പറയുന്നത്. ഞാൻ സുഡാനിൽ യാത്ര ചെയ്തപ്പം, ഞാൻ ഈജിപ്തിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് സുഡാനിലോട്ട് യാത്ര ചെയ്തു. ഫസ്റ്റ് വില്ലേജ് കഴിഞ്ഞു. സെക്കൻഡ് അടുത്തൊരു ട്രക്കിൽ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ട്രക്കിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പയ്യൻ, ഒരു സുഡാനിക്കാരൻ ആ വണ്ടിയിലകത്തുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എന്ന് പറയുമ്പം ഈജിപ്തിൽ നിന്ന് കടന്നിട്ട് ഇസ്രായേലിലോട്ട് തൻ്റെ ജീവിതം സെറ്റാക്കി എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു പലായനം പോലെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. ബട്ട് ഈജിപ്റ്റ് ബോർഡർ എത്തിയപ്പം കടന്നു പോകാൻ പറ്റിയില്ല. തിരിച്ചു വരുവാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് കുറച്ച് പൈസയുള്ളൂ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ക്യാബൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുഞ്ഞു ഫോണുണ്ട്, ഇച്ചിരിയുള്ള. അതിലിങ്ങനെ എന്തൊക്കെ കേൾക്കുവാണ്, പാട്ടൊക്കെ കേൾക്കുവാണ്. കുറേ കഴിഞ്ഞപ്പം ഒരു ബാഗ് തുറന്ന്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞ് കീറിയ ഒരു ബാഗ് തുറന്നിട്ട് എന്നുള്ള പുസ്തകങ്ങൾ, കുറേ നോവലുകൾ ഇംഗ്ലീഷ് എന്തോ എഴുതുന്നു ആക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ ഒരു പ്രായമുള്ള ഒരു പയ്യനാണ്. അപ്പം മനസ്സിലായെന്ന് പറയുമ്പം പുള്ളിക്ക് പഠിക്കണം, നല്ല പാഷനേറ്റഡാണ്, ഇംഗ്ലീഷ് പഠിക്കണം, ഒരു ലൈഫ് സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ഇസ്രായേലിലോട്ട് ഇങ്ങനെ പലായനം ചെയ്ത് പോയതാണ്. കയ്യിലുള്ള ബുക്കുകൾ, ഈ ട്രാഷിൽ നിന്നൊക്കെ കിട്ടുന്ന നോവൽ പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് അത് പഠിക്കുന്നു. അത്ര ഒരു ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, മാത്രമല്ല പുള്ളിയെക്കുറിച്ച് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ സുഡാനികളെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റബിൾ പീപ്പിളാണ് ഇൻ ആഫ്രിക്ക. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്. ആഫ്രിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റബിൾ പീപ്പിൾ സുഡാനികൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കപ്പലണ്ടി ഒരു പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് വന്നു. പിന്നെ പൈസ കൊടുക്കുമ്പോൾ ഇല്ല നീ എൻ്റെ ഗസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മെമ്മറബിൾ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. അതെ, മാഹിനിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തതാണല്ലോ. അപ്പോൾ കേരളത്തിന് പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ എനിക്കൊന്ന് കേരളത്തിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഇത് വൃത്തി. നമ്മൾ കേരളം ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ വൺ ഓഫ് ദ വേൾഡിലെ ബെസ്റ്റ് ആവണം. നമ്മൾ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ലോകത്തിലെ ഒരു വൃത്തി, എനിക്ക് തോന്നുന്നു അതിൽ യൂറോപ്പ് ഞാൻ തിരഞ്ഞെടുക്കും. യൂറോപ്പിലൊരു വൃത്തി, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നീറ്റ്നെസ്, ഹൈജീനായിട്ട് സൂക്ഷിക്കുന്ന സ്ട്രീറ്റുകൾ എല്ലായിടത്തും ഇല്ല. യൂറോപ്പിൽ എല്ലായിടത്തും. അതെ. പിന്നെ വരുന്നത് നമ്മുടെ സൗണ്ട് പൊല്യൂഷൻ ഒന്ന് കുറയ്ക്കാം. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ സൗണ്ട് അടിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനിവിടെ വരുന്നു എന്ന് അറിയിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാലും നമ്മൾ അങ്ങനെ എല്ലായിടത്തും വെറുതെ അറിയിക്കണം. നമ്മളിപ്പം കൊച്ചിയിൽ നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനിലോ അല്ലെങ്കിൽ കൊച്ചി ലുലുമാളിൻ്റെ അടുത്തൊക്കെ അവിടെ കിടന്നിട്ട് ഞാൻ അറിയിക്കേണ്ട കാര്യമില്ല. അവന് അറിയാം ഞാനിവിടെ. ചില ആളുകൾ ഇത് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അത് വെറുതെ ഒരു ഹോബിയായിട്ട് മാറ്റുന്നവരുണ്ട്. അപ്പോൾ ആ ഹോബിയൊക്കെ ഒന്ന് മാറ്റുക. അത് നമ്മൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വളവിലൊക്കെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അതും പറ്റുന്ന ഡിമ്മൊക്കെ അടിച്ചു പോവുക. പിന്നെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു ഇത് കണ്ടു, ഒരു പുള്ളിക്കാരൻ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നു. ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, അതായത് ഏത് വിഷയം പറയാനാണെങ്കിലും വിഷയം ഇല്ലെങ്കിലും അത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും നമുക്ക് മുഖ്യമന്ത്രിയെ കാണാമെന്നുള്ള രീതിയിൽ, ദാറ്റ്സ് കോൾഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ മുഖ്യമന്ത്രിയായിട്ട് കണ്ടു. അപ്പം അത് അങ്ങനെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നു കൊടുക്കണമെന്നല്ല. ബട്ട് നമ്മൾ പൊളിറ്റീഷ്യന്മാരെ ഒരു സെലിബ്രിറ്റികളായിട്ട് കാണുന്ന ഒരു രീതി മാറ്റണം. പൊളിറ്റീഷ്യൻസ് എപ്പോഴും നമ്മുടെ സർവൻസ് ആണ്, അവർ നമ്മുടെ രാജാക്കന്മാരല്ല. അപ്പോൾ ആ ഒരു രീതിയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ആക്കിയാൽ, ഞാൻ ഇന്നലെ ആരോ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഒരു ഓൺലൈൻ സിസ്റ്റമാറ്റിക് ആക്കിയാൽ നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് ഒരു പൊളിറ്റീഷ്യൻ്റെ അണ്ടറിൽ പോയിട്ട് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഈ ഒരു അവരുടെ ഒരു എന്താ പറയുക സ്വേച്ഛാധിപത്യം താനേ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇവരുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്യേണ്ടതും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഒരു സൈക്കോളജിക്കലായിട്ട് നമ്മൾ തോന്നും അവരെന്തോ വലിയൊരു സംഭവമാണ്, നമുക്ക് ഇവർ തന്നെ വേണം. അപ്പം അങ്ങനെ ഒരു സംഭവങ്ങൾ പിന്നെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ബട്ട് ഓഫ് കോഴ്സ് കേരളത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും ലോകം ചെയ്യണമെന്ന് എനിക്ക് പറയാനുണ്ട്.
അതുപോലെ തന്നെ കേരളവും ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യണം ഉണ്ട്. കേരളം മുന്നിലാണെന്ന് തോന്നുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ബാക്കി രാജ്യങ്ങൾക്ക് എനിക്കൊന്ന് ഹ്യൂമാനിറ്റി അല്ല സോറി കേട്ടോ അത് അല്ല ഹ്യൂമാനിറ്റി അല്ല സോറി എനിക്ക് തോന്നുന്നു ഹാർമണി, റിലീജിയസ് ഹാർമണി. ഇപ്പോൾ സൗദിയിൽ പോയാൽ നമുക്ക് ആ ഒരു ഇസ്ലാമിക് മേധാവിത്വമായിട്ട് രാജ്യമാണ്, മറ്റുള്ള മതസ്ഥർക്ക് ജീവിക്കാം. എന്നിരുന്നാലും ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അത് മറ്റുള്ള രാജ്യം. അപ്പം പല ആൾക്കാരും ചോദിക്കും മറ്റു മതങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ, എന്നാലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഉണ്ട്, മനസ്സിലായല്ലേ. ഇപ്പോൾ ഇന്തോനേഷ്യ എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മലേഷ്യ, അതായത് മുസ്ലിംസും ഹിന്ദുസും മനസ്സിലായി ധാരാളം ഹിന്ദുസ് ഉള്ള ഒരു രാജ്യമാണ് മലേഷ്യ, മുസ്ലിം കൺട്രി ആയിട്ട് പോലും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റീജിയൻ കേരളമാണ്. അതായത് റിലീജിയസ് ഹാർമണിയുടെ പേരിൽ ഇത്രയും എന്താ പറയുക വൈവിധ്യമായിട്ടുള്ള മതങ്ങളെ, അത് മാത്രമല്ല നമ്മുടെ ഇതറിയാലോ, നമ്മുടെ സാമൂതിരിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പണ്ട് ജൂതർ വന്നപ്പോൾ നമ്മുടെ നാട് സാമൂതിരി ഹിന്ദു ഒരു പരമ്പരയിലുള്ള ആളായിരുന്നു. അപ്പോൾ നമ്മുടെ അന്നത്തെ കിങ്ഡംസ് ആയിട്ടുള്ള ആളുകളെല്ലാം പല മതങ്ങളെയും അവർ നല്ലതുപോലെയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ആ ഒരു സാഹോദര്യം, റിലീജിയസ് ഹാർമണിയൊക്കെ ഇപ്പോൾ നാട്ടിൽ കാണുന്നത്. അതിൽ ബെസ്റ്റ് കേരളമാണെന്നാണ് തോന്നുന്നത്. അതെ, അപ്പോൾ സമയത്തിന് പരിമിതി കാരണം നമുക്ക് തീരാറായോ? അല്ല, മാഹിന് ഇപ്പോൾ ട്രാവലിങ്ങിന് ശേഷം ഇപ്പോൾ ഒരു ബിസിനസ് രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്? അതായത് എൻ്റെ ഒരു ലൈഫിലൊരു ഡ്രീമാണ്, എനിക്കധികം വലിയ ഡ്രീമുകളൊന്നുമില്ല ബിസിനസ് പരമായിട്ട്, ബട്ട് എന്നാലും എൻ്റെ ഒരു ഡ്രീമാണ്. അതായത് പല ആളുകളും തായ്ലൻഡിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ അല്ലെങ്കിൽ പാരീസിലൊക്കെ ടൂർ പാക്കേജുകൾ കൊണ്ടുപോകും. എൻ്റെ ഒരു ഡ്രീമാണ് ഈ എക്സ്പെഡീഷൻ പോലെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാഖ് അല്ലെങ്കിൽ ആമസോണിലെ ചങ്ങാട യാത്ര അല്ലെങ്കിൽ ബോട്ട് യാത്ര അല്ലെങ്കിൽ ആഫ്രിക്കൻ പല സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള എക്സ്പെഡീഷൻ, ഇങ്ങനെയുള്ള ട്രാവലിങ്, ഇങ്ങനെയുള്ള ഒരു കമ്പനി തുടങ്ങണം. അപ്പോൾ അങ്ങനെ തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റിന് വന്നപ്പോൾ പോലും ഞാനങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഒരു ഗസ്റ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് എന്നെ വിളിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതാണ് എൻ്റെ ഇതറിയാം. അപ്പോൾ എൻ്റെ ഒരു ട്രാവലൊക്കെ ഇത് വെച്ചിട്ട്. ബട്ട് അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം വന്ന് ചെയ്യണമെന്ന്, സോറി അതല്ല ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഒരിക്കലും അത് ഫിനാൻഷ്യൽ ഇതായിട്ടല്ല ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ബട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ മെനിങ്ങാന്ന് നിങ്ങൾ വിളിച്ചു, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു, പോവുകയാണെന്ന് പറഞ്ഞു. ബട്ട് പിന്നീട് ഇവിടെ ബെലാറസ് വിസ കിട്ടാതെ ഞാൻ ഇവിടെ സ്റ്റക്കായി. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്തു. ബട്ട് നിങ്ങളുടെ അടുത്ത് ഞാനൊരു €100 എനിക്ക് റെമ്യൂണറേഷനായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ തരാമെന്ന് ചോദിച്ചതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ വളരെ മോശമാണ്. അപ്പോൾ ഇനി കാത്തിരുന്ന് ഒരു വലിയൊരു അഡ്വഞ്ചർ കമ്പനി തുടങ്ങണ്ട, എൻ്റെ ഒരു ബേസ് വെച്ചിട്ട് എന്താ പറയുക ഒരു ട്രാവൽ കമ്പനി തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ തുടങ്ങിയത്. അപ്പോൾ ഒരു തിരുവനന്തപുരത്തുകാരന് വർക്കലയിൽ പോകണമെങ്കിലും തിരുവനന്തപുരത്തുകാരന് അങ്ങ് ന്യൂയോർക്കിൽ പോകണമെങ്കിലും നമ്മുടെ ട്രാവൽ കമ്പനി സഹായിക്കും. അതിപ്പോൾ എന്താ പറയുക ലക്ഷറി ആയിട്ട് പ്രൈവറ്റ് ജെറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മിനിമലായിട്ട് ട്രെയിനിലും കാറിലും അല്ലെങ്കിൽ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് വരെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതാണ് ഗോ നൊമാഡ് എന്നാണ് ഞാൻ എന്ത് രീതിയിലുള്ള യാത്ര, അത് തന്നെയാണ് ഒരു ലക്ഷ്യം. ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഫഹീമും നമ്മുടെ ഹിച്ചേക്കിനും മാഹിനും കൂടി എന്താ കയാക്കിംഗ് എക്സ്പെഡിഷന് പോകണം. അപ്പോൾ എല്ലാവരും അവരുടെ സ്റ്റോറീസൊക്കെ കണ്ട് എന്താ എങ്ങനെ കയാക്ക് ചെയ്യാം എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ മാഹിനെ പറഞ്ഞു വെച്ചാൽ ബ്രേക്കിംഗ് ദ സ്റ്റീരിയോ ടൈപ്പ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നി. കാരണം ഞാനും വൈഫിന് അൽബേനിയക്ക് പോയപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് അൽബേനിയൻസ് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഗാങ്സ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു വൈബാണ് കിട്ടുക. പക്ഷെ അവിടെ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്പിൽ കിട്ടുന്നതിൽ വെച്ച് ഒരുപാട് ഹാപ്പി ആയി ഒരു സിറ്റുവേഷൻ ആയിരുന്നു അൽബേനിയ പോയപ്പോൾ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റീരിയോ ടൈപ്സിൽ വിടരുത്. ഇതുപോലത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കും. അപ്പോൾ മാഹിൻ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you. Okay, bye.